പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു സ്നേഹവന്ദനം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കാം ബ്രദർ, കേൾക്കാം. ഓക്കെ, താങ്ക് യു. നമ്മൾ നമ്മുടെ ദൈവവചന പഠനത്തിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ കൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ, ഈ ഒരു സബ്ജക്റ്റ് ക്ലോസ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അതിന്റെ പ്രിൻസിപ്പിൾസ് പഴയ നിയമത്തിൽ നിന്നും അതിന്റെ പ്രായോഗിക തലവും അതേപോലെ തന്നെ ഉപദേശവും പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തീയ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിലും ഞാൻ ഒരുപാട് പേരെ ആത്മാർത്ഥതയുള്ളവരെ കണ്ടിട്ടുണ്ട്, വളരെ ശീലമുള്ളവരെ കണ്ടിട്ടുണ്ട്, ത്യാഗമനോഭാവത്തോട് ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു ബോധ്യത്തിൽ വളരെ വളരെ കുറവ് ആൾക്കാരാണ് ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ ദൈവസഭ പണിയണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ. അങ്ങനെയുള്ളവരെ അതിശയോക്തി പറയല്ല, ഞാൻ എൻ്റെ ഒരു വിരലിൽ എണ്ണാവുന്ന അത്രയും പോലെ ആൾക്കാരെ പോലും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തോണ്ടായിരിക്കും. അന്നേരം അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വീണ്ടും 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 എംഫസൈസ് ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഭാരമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭയെ പറ്റിയും ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ തന്നെ ചെയ്യുന്നതിനെ പറ്റിയും ഇത്രയും ക്ലാസ്സുകൾ എടുക്കാനായിട്ടുള്ള കാരണം. ഇത് കേൾക്കുന്ന ആരെങ്കിലും, ഞാൻ ഈ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ, ഒരു സാധാരണ വിശ്വാസികളെക്കാൾ കൂടുതൽ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴികൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി ദൈവത്തിന്റെ വഴിയിൽ തന്നെ ദൈവത്തിന്റെ സഭ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി, ദൈവത്തിനെ പറ്റിയുള്ള എരിവ് മാത്രം പോരാ, അത് ആവശ്യമാണെങ്കിൽ തന്നെ ദൈവത്തിന്റെ വഴികൾ അറിയുകയാണ് ഏറ്റവും പ്രധാനമായി ദൈവത്തിന്റെ സഭ ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പണി ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചു. നമ്മൾ പഴയ നിയമത്തിലെ അനേക ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം തന്റെ വഴികൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. പല സാഹചര്യങ്ങളിൽ കൂടി, പല സ്ഥലങ്ങളിലേക്ക് വിട്ട്, പല വർഷങ്ങളിൽ കൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്ന പല ധാരണകളെയും ദൈവം എടുത്തു കളഞ്ഞ് ദൈവത്തിന്റെ വഴി അവരെ പഠിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സഭ ബിൽഡ് ചെയ്യുന്നതിൽ ഒരു ചീഫ് ആർക്കിടെക്ട് പോലെ പ്രവർത്തിച്ചത് പൗലോസാണ്. അങ്ങനെ പൗലോസിന്റെ ജീവിതത്തിലും ഇതേ രീതിയിലാണ് ദൈവം പ്രവർത്തിച്ചത്. ദൈവം പൗലോസിന്റെ ബോധ്യങ്ങളെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ വഴികളെ പൗലോസ് പിന്നെ പഠിപ്പിക്കുകയാണ്. ആ പൗലോസ് ദൈവത്തിന്റെ വഴിയിൽ ദൈവസഭ ബിൽഡ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാനം പൗലോസിന്റെ ആ പ്രസംഗത്തിൽ കൂടിയും ലേഖനങ്ങൾ കൂടിയും പൗലോസ് ദൈവത്തിന്റെ വഴികൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് വിശദീകരിക്കുന്നതാണ് കാണുന്നത്. അന്നേരം ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളും സഭ സ്ഥാപിക്കുന്നതും സഭയിൽ മൂപ്പന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നതും സഭ എങ്ങനെയാണ് പൗലോസ് ബിൽഡ് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് കണ്ടത്. നമ്മൾ ആദ്യത്തെ പൗലോസിന്റെ മിഷണറി യാത്രയിൽ കൂടി പൗലോസ് ഗലാത്യ പ്രദേശങ്ങളിൽ സഭകൾ സ്ഥാപിക്കുന്നു, അവിടെ മൂപ്പന്മാരെ ഏൽപ്പിക്കുന്നു, മൂപ്പന്മാരെ സഭയെ ഏൽപ്പിച്ചിട്ട് അത് സഭയെ ദൈവത്തിങ്കൽ ഫലമേൽപ്പിച്ചിട്ട് പൗലോസ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ നമ്മൾ കണ്ടു, പൗലോസ് ഒരു 4 സഭകൾ സ്ഥാപിക്കുന്നു. ഫിലിപ്പിയ സഭ, തെസ്സലോനിക്ക സഭ, കൊരിന്ത്യ സഭ, എഫേസ്യ സഭ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുന്നു. പല കാലഘട്ടങ്ങളിൽ അവിടെ താമസിക്കുന്നു. എന്നിട്ട് പൗലോസ് മുമ്പോട്ട് നീങ്ങുകയാണ്. എന്നിട്ട് അവസാനം മിലോത്തിയോസിൽ നിന്ന് പൗലോസ് ജെറുസലേമിലേക്കുള്ള യാത്രയും ജെറുസലേമിൽ നിന്ന് റോമയിലേക്കുള്ള യാത്രയും, റോമയിൽ വെച്ച് പൗലോസ് തടവിലാക്കപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ ചരിത്രം. അന്നേരം എഫേസ്യ സഭയിലെ മൂപ്പന്മാർക്ക് മിലത്തോസിൽ നിന്ന് പൗലോസ് ആളയച്ചിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ അടുത്ത് നടത്തുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച് നിർത്തിയത്. അവിടെ നിന്ന് ഞാൻ മുമ്പോട്ട് തുടരാമെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇന്ന് പറയാനുള്ള വിഷയങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തീർക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു അടുത്ത സെഷനിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. അന്നേരം ചിലപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയുന്നതാണെങ്കിലും നിങ്ങൾ പിന്നീടാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോട് ചോദിക്കുക, ഇല്ലെങ്കിൽ പിന്നീട് ഇത് ഒന്നുകൂടി കേട്ട് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഞാൻ ഇതിന്റെ സ്റ്റഡി നോട്ട്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. എഫേസ്യ സഭയിലെ മൂപ്പന്മാരുടെ അടുത്തുള്ള പൗലോസിന്റെ ആ പ്രസംഗത്തിൽ പൗലോസ് ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ദാസൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു ലിവിങ് എക്സാമ്പിൾ കൂടി കാണിച്ചു കൊടുത്ത് എങ്ങനെയാണെന്നുള്ള അവിടുത്തെ വിശദീകരിക്കുകയാണ്. താൻ എങ്ങനെയായിരുന്നു അവരുടെ നടുവിൽ ജീവിച്ചത്, അത് മൂപ്പന്മാർക്കൊരു എക്സാമ്പിളാണ്. എങ്ങനെയാണ് ദൈവസഭയെ ലീഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ദൈവസഭയെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവസഭയിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികളും ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കുന്നത്. അന്നേരം ഞാനിത് പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. അന്നേരം പൗലോസ് പറയാണ്, ആദ്യം തന്നെ പൗലോസ് പറയുന്നത്
നിങ്ങൾ എൻ്റെ ജീവിതം കണ്ടവരാണ്. ഞാനൊരു വെറുതെ ഒരു ഗസ്റ്റ് പ്രസംഗിയുടെ കൂട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രസംഗിച്ച വ്യക്തിയല്ല. ഞാൻ ആസയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി എങ്ങനെ ഇരുന്നു എന്ന് നിങ്ങൾ കാണുന്നു. എന്നിട്ട് പൗലോസ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് വിശദീകരിക്കുകയാണ് താഴോട്ട് വരുമ്പോൾ. എന്നാലും അതിൽ ആദ്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഓർഡറിൽ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലെ ഓർഡറിലാണ് വായിക്കുന്നത്. 19 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സെർവിങ് ലോർഡ് വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് വിത്ത് ടിയേഴ്സ്. അന്നേരം പറയാണ്, പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് സേവിച്ചത്. ദൈവത്തിന്റെ ദാസനാണ് ഞാൻ. ദൈവത്തെ സേവിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷയാണ്. അന്നേരം ദൈവത്തിന്റെ ദാസൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറയുമ്പോൾ പറയാണ്, സെർവിങ് ലോർഡ് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി, വളരെ താഴ്മയോടെ കർത്താവിനെ സേവിച്ചു എന്നാണ് പറയുന്നത്. അന്നേരം ദൈവത്തിന്റെ ദാസന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്മയാണ്, ഹ്യൂമിലിറ്റിയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഹ്യൂമിലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുക എന്നുള്ളതോ, ഞാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നതോ, ഞാൻ വളരെ താഴ്മ അഭിനയിക്കുന്നതൊന്നുമല്ല. ഇതൊക്കെ വ്യാജ താഴ്മയുടെയും നിഗളത്തിന്റെയും വേറൊരു ലക്ഷണമാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് ഫിലിപ്പി ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ താഴ്മയാണ്. യഥാർത്ഥ താഴ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പൂർണ്ണമായിട്ടും കിഴങ്ങുകയും ദൈവം പറയുന്ന അനുസരിക്കുകയും ചെയ്യുന്നതാണ്. അന്നേരം അനുസരണത്തിൽ കൂടിയാണ് താഴ്മ യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. അന്നേരം അങ്ങനെ ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിന്റെ പറയുന്ന കാര്യങ്ങൾ പറയുക, ഒട്ടും മറച്ചു വെക്കാതെ പറയുക എന്നുള്ളതാണ് യഥാർത്ഥ താഴ്മയുടെ ലക്ഷണം. അതാണ് പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥ താഴ്മയോടുകൂടി കർത്താവിനെ സേവിക്കുമ്പോൾ, അങ്ങനെ ദൈവത്തെ സേവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പോസിഷനാണ്. എവിടെ നിന്നാണ് ഓപ്പോസിഷൻ ഉണ്ടാകുന്നത്? അതാണ് പൗലോസ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരുടെ കൂട്ടുകെട്ടിനാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നുള്ളൂ. അന്നേരം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒപ്പോസിഷൻ ഫ്രം ജൂഡായിക് പീപ്പിൾ, അല്ലെങ്കിൽ ജൂഡായിസേഴ്സ്, യഹൂദന്മാരിൽ നിന്ന്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുകയും കർത്താവിന്റെ വചനം യഥാർത്ഥത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എതിർപ്പുണ്ടാകും. ആ എതിർപ്പ് എവിടെ നിന്നുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ എതിർപ്പ് ശരിക്കും ലീഗലിസ്റ്റുകളുടെ ഇടത്തു നിന്നാണ് ഉണ്ടാകുന്നത്. കൂടുതലായിട്ടും ജാതികളുടെ ഇടയിൽ നിന്നോ പുറത്തുള്ളവരുടെ അല്ല. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. നമ്മൾ വിശുദ്ധി മാത്രം പ്രസംഗിച്ചാൽ സത്യത്തിൽ നമുക്ക് എവിടെ ഒന്നും എതിർപ്പുണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ നമ്മൾ നിലനിൽക്കുന്ന ചില ട്രഡീഷൻ കാര്യങ്ങൾക്കെതിരെ അത് ഏത് സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാലും, നമ്മൾ ലീഗലിസ്റ്റുകളിൽ നിന്നും പരീശന്മാരിൽ നിന്നും നമുക്ക് എതിർപ്പുണ്ടാവും. നമ്മൾ യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ അതാണ് ഉണ്ടാവുന്നത്. നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു അപ്പോസ്തലന്മാരും ഒന്നും യഥാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും ശരിക്കും വിശുദ്ധി മാത്രം പ്രസംഗിച്ചുകൊണ്ടല്ല. അവർ വിശുദ്ധി പ്രസംഗിച്ചു. വിശുദ്ധി മാത്രം പ്രസംഗിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ പ്രസംഗം കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അന്ന് യേശുക്രിസ്തുവിന്റെ കാലത്തെ വിശുദ്ധ പ്രസംഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീശന്മാരായിരുന്നു. അവരുടെ വിശുദ്ധിയുടെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഹോളിനെസ് ആണ്. അന്നേരം എക്സ്റ്റേണൽ ഹോളിനെസ്സും ആ രീതിയിലുള്ള വിശുദ്ധി നമ്മൾ എപ്പോൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്, നമ്മൾ റിജക്റ്റഡ് ആവുകയല്ല ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമാണ്. എന്നാൽ നമ്മൾ എപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ചില പാരമ്പര്യങ്ങൾക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ, ദൈവത്തെ സേവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വചനം അതേപോലെ സംസാരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾക്ക് പരീശന്മാരിൽ നിന്നും ന്യായശാസ്ത്രിമാരിൽ നിന്നും ലീഗലിസ്റ്റുകളിൽ നിന്നും എതിർപ്പുണ്ടാകും. എൻ്റെ എക്സ്പീരിയൻസിലും അത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പലപ്പോഴും ഞാൻ ദൈവവചനം സംസാരിച്ചപ്പോൾ എനിക്ക് എതിർപ്പുണ്ടായിട്ടുണ്ട്. എതിർപ്പുണ്ടായിട്ടുള്ളത് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും എനിക്ക് ദൈവവചനം സംസാരിക്കുന്നിടത്തു നിന്ന് എനിക്ക് നിർത്തിയിട്ട് ഇറങ്ങിപ്പോരേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ എൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗം കേൾക്കുന്ന ആൾക്കാർ എഴുന്നേറ്റ് പോകേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അന്നേരം പലരും ഇത് കേൾക്കുന്ന ആൾക്കാർ പലപ്പോഴും അത് മനസ്സിലാക്കില്ലായിരിക്കും. പക്ഷെ നമ്മളൊരു മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു എങ്കിൽ, നമ്മളൊരു ദൈവത്തിന്റെ ദാസനായിട്ട് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കണം. ഞാൻ ഈ ഓൺലൈനിൽ സംസാരിക്കുന്നതിന് കാര്യമല്ല പറയുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ. അന്നേരം ഇത് ഒരു ദൈവദാസന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അവർ യഥാർത്ഥത്തിൽ ദൈവവചനം സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എതിർപ്പുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് പൗലോസിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ എതിർപ്പുണ്ടാകുമ്പോഴും ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ദാസനാണ് എങ്കിൽ, ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന് കീഴ്പ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഹി വിൽ ബി ഫെയ്ത്ത്ഫുൾ ഇൻ ടീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നത്, ഈ എതിർപ്പൊക്കെ ഉണ്ടായിട്ടും ഞാൻ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ
പരസ്യമായും വീട് തോറും നിങ്ങളെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. രണ്ട് കാര്യങ്ങൾ പൗലോസ് ചെയ്തു. ഹി പ്രീച്ച്ഡ് ആൻഡ് ടീച്ച്ഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അറിയിക്കുകയും പ്രൊക്ലെയിം ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്തു. എങ്ങനെയാണ്? പരസ്യമായിട്ടും ചെയ്തു, അത് വീട് തോറും ചെയ്തു. എന്നാൽ ഇത് ഒരു ദൈവത്തിന്റെ ദാസൻ എപ്പോഴും ചെയ്യും. അദ്ദേഹം ഒരു പരസ്യ ശുശ്രൂഷയിൽ മാത്രം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സഭയിലെ ആൾക്കാർക്ക് പ്രസംഗം മാത്രമേ ചെയ്യുന്നത്, അദ്ദേഹം ആൾക്കാരെ വ്യക്തിപരമായിട്ടും പഠിപ്പിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ വഴികൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഏത് എതിർപ്പുണ്ടെങ്കിലും ആ എതിർപ്പിന്റെ നടുവിൽ ആ കാര്യങ്ങൾ ഷ്രിങ്ക് ബാക്ക് ചെയ്യാതെ, അതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഐ ഡിഡ് നോട്ട് ഷ്രിങ്ക് ബാക്ക് ഫ്രം ഡിക്ലെയറിംഗ് യു എനിത്തിങ് വിച്ച് വാസ് പ്രോഫിറ്റബിൾ ആൻഡ് ടീച്ചിങ് പബ്ലിക്കലി ആൻഡ് ഫ്രം ഹൗസ് ടു ഹൗസ്. എന്നിട്ട് ഈ രീതിയിലാണ് പൗലോസ് പ്രസംഗിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പൗലോസിന്റെ സുവിശേഷം എപ്പോഴും ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിലേക്കുള്ള മാനസാന്തരം നമ്മുടെ കർത്താവിലുള്ള യേശുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും ഞാൻ സാക്ഷീകരിച്ചു എന്ന് പറയുന്നത്. അന്നേരം എപ്പോഴും പൗലോസിന്റെ സുവിശേഷം യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിട്ടുള്ളതും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കേന്ദ്രീകൃതമായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കെട്ടുകഥകളോ ഇല്ലെങ്കിൽ കഴിവിക്കഥകളോ ഇല്ലെങ്കിൽ തമാശകളോ വളിപ്പ് തമാശകളോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, പഴയ നിയമ കഥകളോ ഒന്നുമല്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കേന്ദ്രീകൃതമായിട്ടായിരുന്നു പൗലോസിന്റെ പ്രസംഗവും ടീച്ചിങ്ങും. ഇതാണ് പൗലോസ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ജെറുസലേമിലേക്ക് പോകുന്നു. അന്നേരം അടുത്തത്, ഒരു ദൈവത്തിന്റെ ദാസൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടതും, ഈ ബന്ധിക്കപ്പെട്ട് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഐ ആം ബൗണ്ട് ബൈ ദ സ്പിരിറ്റ് ഓർ കമ്പൽഡ് ബൈ ദ സ്പിരിറ്റ് എന്നാണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു ദൈവത്തിന്റെ ദാസൻ വ്യക്തികളുമായിട്ടല്ല അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, ദൈവമായിട്ടാണ് അറ്റാച്ച് ആയിരിക്കുന്നത്. ദൈവമാണ് ആ വ്യക്തിയെ ബന്ധിക്കുന്നതും ആ വ്യക്തിയെ ലീഡ് ചെയ്യുന്നത്. പൗലോസിന്റെ ജീവിതം എപ്പോഴും അങ്ങനെയായിരുന്നു. പൗലോസിന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, വേണമെങ്കിൽ എഫേസ്യ സഭയിലെ ഒരു പാസ്റ്ററായിട്ട് അവിടെ സ്ഥിരതാമസമാക്കാമായിരുന്നു. എന്നാൽ പൗലോസിന് ആ സഭയിൽ നിന്ന് പോകാനായിട്ട് ദൈവം പറഞ്ഞു. അപ്പോൾ തന്നെ പൗലോസ് പോയി. പൗലോസ് ആ സഭയുമായിട്ട് അങ്ങനെയുള്ള അറ്റാച്ച്മെന്റിലായിരുന്നില്ല. പലപ്പോഴും പല ദൈവദാസന്മാരും അറ്റാച്ച്ഡ് ആവുന്നത് സഭയുമായിട്ടാണ്. അങ്ങനെ ഒരു ദൈവഹിത പ്രകാരമുള്ള അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം വിട്ടുമാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിട്ടുമാറാനായിട്ട് കഴിയത്തില്ല. അവർക്ക് ദൈവത്തെക്കാൾ കൂടുതൽ ദൈവത്തിന്റെ സഭയായിരിക്കും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് പൗലോസ് അവസാനത്തേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടേതല്ല സഭ, ദൈവത്തിൻ്റെതാണ്. അന്നേരം ദൈവത്തിന്റെയാണ് സഭ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അൺവാണ്ടഡ് അറ്റാച്ച്മെന്റിലേക്ക് നമ്മൾ പോകുകയില്ല. നമുക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഉണ്ടാവും, നമ്മളുടെ അവരെ വിട്ടുപോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും, അതൊക്കെ നമ്മൾ അവിടെയും കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ലീഡിങ്ങിലാണെങ്കിൽ വി വിൽ ബി മൂവിങ് ആസ് പെർ ഗോഡ്സ് ഗൈഡൻസ്. അതാണ് അവിടെ കാണുന്നത്. ആ സഭയെ പറ്റി പിന്നെയും ചിന്തിച്ചിട്ട് അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നില്ല. ദൈവം പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകും. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, കമ്പൽ ബൈ സ്പിരിറ്റ് ഐ ആം ഗോയിങ് ടു ജെറുസലേം. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ജെറുസലേമിൽ എന്താണ് വരാൻ പോകുന്നു എന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ സുഗമമായിരിക്കാം, ചിലപ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അന്നേരം പക്ഷെ പൗലോസിന്റെ അടുത്ത് പരിശുദ്ധാത്മാവ് ജെറുസലേമിലേക്ക്, എഫേസ്യയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണെന്നുള്ളത് പൗലോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. അന്നേരം മുമ്പിലോട്ടുള്ള എല്ലാ റോഡ് മാപ്പും ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടല്ല പൗലോസിനെ വിടുന്നത്. എന്നാൽ പൗലോസിന്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ബന്ധനങ്ങളും കഷ്ടങ്ങളും നിങ്ങൾക്ക് അവിടെ കാത്തിരിക്കുന്നു. ചില പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ പൗലോസിന് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് പ്രവചിക്കുന്നുണ്ട്. എന്നിട്ടും പൗലോസ് ആ പ്രവാചകന്മാർ എന്താണ് സംഭവിക്കാനുള്ളതെന്ന് പറയുന്നുണ്ട്, എന്താണ് പൗലോസ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. ശരിക്കും ദൈവത്തിന്റെ പ്രവാചകന്മാരാണെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർ ഡയറക്റ്റ് ചെയ്യത്തില്ല. എന്താണ് നിങ്ങൾ എവിടെ പോകണം, ഇവിടെ ജോലി ചെയ്യണം, ഏത് സ്ഥലത്ത് പോകണ്ട എന്നൊന്നും പറയത്തില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവചനം അത് ദൈവമാണ് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവിനുള്ള നടത്തിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ ദൈവദാസന്മാർ വ്യക്തികളെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയും ദൈവത്തിന്റെ ലീഡിങ്ങിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യത്തുള്ളൂ. അന്നേരം പൗലോസിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. പ്രവാചകന്മാർ പറയുന്നുണ്ട്, ബന്ധനങ്ങളും കഷ്ടങ്ങളും നിനക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തി, അഗബോസ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി, അത് പ്രദർശിപ്പിച്ച് കാണിക്കുന്നുണ്ട്, കൈകൾ കെട്ടിയിട്ട് ഇതുപോലെ ജെറുസലേമിൽ ബന്ധിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോഴും പൗലോസ് അതിനൊന്നും കണക്കാക്കുന്നില്ല. കാരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയണമെന്ന് കർത്താവ് യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഓരോ വ്യക്തികൾക്കും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷ നമുക്ക് ഒന്നുകിൽ അത് പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിൽ നമുക്ക് തികയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തികയ്ക്കാതിരിക്കാം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ ലീഡ് ചെയ്യപ്പെട്ട് പൗലോസ് പോയതുകൊണ്ട് പൗലോസ് ആ ശുശ്രൂഷ തികച്ചു. അതുകൊണ്ട് പൗലോസിന്റെ റോമായിൽ വെച്ചിട്ട് പൗലോസിന്റെ അവസാനത്തെ ലേഖനം 2 തിമോത്തി പൗലോസ് എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഓട്ടം ഓടി ശുശ്രൂഷ തികച്ചു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. ആ റേസ് ഫിനിഷ് ചെയ്തു. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ വിശ്വാസികൾ
ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ലജ്ജിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം അവരെ പറ്റി അവരുടെ ശുശ്രൂഷ ദൈവം എന്താണെന്ന് ആഗ്രഹിച്ചു അത് എന്ന് അവരെ കാണിക്കുകയും അവരത് തികയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കാണുകയും ചെയ്യുമ്പോഴാണ്. ഞാൻ ഇന്ന് രാവിലത്തെ ഇവിടുത്തെ ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അറബ് മീറ്റിംഗിൽ ഞാൻ പോകുന്നു. അന്നേരം അവിടുത്തെ ഒരു സഹോദരൻ പറയായിരുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകാൻ പോകുന്ന ഒരു ലജ്ജ എന്നുള്ളത്, വിശ്വാസികൾ അവരുടെ കിരീടങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ താഴെയിടുമെന്നാണ് പറയുന്നത്, എന്നിട്ട് ദൈവത്തെ മഹത്വം. എന്നിട്ട് ദൈവം നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ താഴെയിടാനായിട്ട് അനേകം കിരീടങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓട്ടം ഓടി വിശ്വാസം കാത്തു എന്റെ ശുശ്രൂഷ തികച്ചു, ജീവന്റെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇടാൻ കിരീടങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച കിരീടങ്ങൾ നമുക്കില്ല എങ്കിൽ, ആ കിരീടം എപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിരീടങ്ങൾ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതമൊക്കെ നയിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷ നമുക്ക് തികയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ചെന്നിട്ട് ചിലപ്പോൾ ലജ്ജിക്കേണ്ടി വരും. ഞാനിതൊക്കെ വേറൊരു ടീച്ചിങ് ആയിട്ട് ചിന്തിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അന്നേരം പൗലോസ് പറയാണ്, ബന്ധനങ്ങളും കഷ്ടങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലീഡ് ചെയ്യപ്പെട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറതെ എണ്ണുന്നില്ല. ദൈവകൃപയുടെ സുവിശേഷം എന്നുള്ളത് ഇറ്റ്സ് എ ഗോസ്പൽ ഓഫ് ഗ്രേസ്. ദൈവകൃപയുടെ സുവിശേഷമാണ്. ആ സുവിശേഷവും കർത്താവ് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ച് കൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി ആരും കാണുകയില്ല എന്ന് ഞാൻ അറിയാം. എന്നിട്ട് പൗലോസിന് അറിയാം അവസാനത്തെ ഒരു യാത്രയാണ്. പിന്നീട് ഒരിക്കലും ഇവരെ എഫേസ്യ സഭയിലുള്ള വ്യക്തികളെ പൗലോസിന് കാണാനായിട്ട് കാണാൻ കഴിയത്തില്ലെന്ന് അറിഞ്ഞിട്ട് പക്ഷെ ദൈവരാജ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ചു, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും ക്രിസ്തുവിലുള്ള വിശ്വാസവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിച്ചു, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് therefore എന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞു. ഇംഗ്ലീഷിൽ ഇങ്ങനെ ആയിരിക്കും, therefore I testify you this day that I am innocent of the blood of all men. നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങളുടെ ബ്ലഡിൽ എനിക്ക് പങ്കില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ദൈവം എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലെന്ന് പറയാണ്. അതിന്റെ കാരണം എന്താണ്? വീണ്ടും പൗലോസ് പറയാണ്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനായിട്ട് പ്രസ്താവിച്ചു. ഇതാണ് ഒരു ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത. ആ വ്യക്തി എതിർപ്പുണ്ടായാലും കഷ്ടങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും എത്ര എതിർപ്പുകളുണ്ടായാലും ആ വ്യക്തി ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഏത് തടസ്സങ്ങളുടെ മുമ്പിലും ട്രഡീഷൻസിന്റെ അപ്പുറത്തേക്ക് പ്രസ്താവിക്കാനായിട്ട് തയ്യാറാവും. ഇന്ന് അനേക വ്യക്തികൾ അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ പ്രസംഗിക്കുന്ന കോൺഗ്രിഗേഷന്റെ രക്തം ദൈവം അവരുടെ അടുത്ത് ചോദിക്കുന്നത് തന്നെയാണ് പറയുന്നത്. ദൈവം നമ്മുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് രക്തത്തിൽ നമ്മൾക്ക് പങ്കില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലോചന മുഴുവനായി പ്രസ്താവിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതിനുള്ള കണ്ടീഷൻസ് പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഒരു ദൈവത്തിന്റെ സഭയിലെ മൂപ്പന്മാരുടെ മാതൃകയായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ വേല, ദൈവത്തിന്റെ വഴിയിൽ, ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ മാർഗത്തിലാണ് ബിൽഡ് ചെയ്യേണ്ടത്. നമ്മുടെ മാർഗത്തിലോ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടോ നമ്മുടെ പദ്ധതി അനുസരിച്ചിട്ടോ നമ്മുടെ സീൽ അനുസരിച്ചിട്ടോ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം പറയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചുകൊള്ളുക. അന്നേരം ഒരു എൽഡറിന്റെ റെസ്പോൺസിബിലിറ്റി ഈസ് പ്രൊട്ടക്ടിങ് ദ ഫ്ലോക്ക്. അന്നേരം ഈ ആടുകളെ പ്രൊട്ടക്ട് ചെയ്യുക ദൈവവാൻസിൽ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സഭയിലെ എൽഡർ ദൈവവചനം പഠിപ്പിക്കാൻ ശക്തനായിരിക്കണമെന്ന് പൗലോസ് പിന്നീട് പറയുന്നത്. ഞാൻ അതിന്റെ മുമ്പിലോട്ട് പോകുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. അന്നേരം പൗലോസ് പറയുകയാണ്, നിങ്ങളെ തന്നെയും എൽഡേഴ്സ് പറയുകയാണ്, സഭ നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിലാണ് ദൈവസഭ ബിൽഡ് ചെയ്യേണ്ടത്. എന്നാൽ സഭയിൽ നിങ്ങൾ ആ കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ആലോചന മുഴുവനായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവസഭയെ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും ദൈവത്തിന്റെ സഭ നമ്മളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. ഉസ്സായെ പോലെ, ദാവീദിനെ പോലെ, അബ്രഹാമിനെ പോലെ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി ദൈവത്തിന്റെ വേല ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്.
നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. അത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ദൈവത്തിന്റെ സഭയെടുത്തല്ല അറ്റാച്ച്ഡ് ആവുന്നത്, നമ്മൾ ദൈവത്തോടാണ് അറ്റാച്ച്ഡ് ആവേണ്ടത്. ദൈവത്തിൻ്റെതാണ് സഭയെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവത്തിന്റെ സഭയിൽ നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്. ഞാൻ കുവൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു അവസാനത്തെ 7 വർഷം വർക്ക് ചെയ്തത് ഒരു മോളിലായിരുന്നു. ആ മോളിന്റെ ഓണിംഗ് കമ്പനിയുടെ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അന്നേരം ഒരിക്കലൊരു എൻ്റെ ബോസ് എൻ്റെ അടുത്തൊരു കാര്യം ഇന്ന രീതിയിൽ ചെയ്യാനായിട്ട് കമ്പനി ഓണേഴ്സ് പറയുന്നു, അങ്ങനെ രീതിയിൽ ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് വലിയൊരു നഷ്ടം കമ്പനിക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത് നീയല്ല, ഈ ബിൽഡിങ്ങിന് വേണ്ടി പൈസ മുടക്കിയിരിക്കുന്ന നീയല്ല, ഈ ബിൽഡിങ്ങിൽ എന്തെങ്കിലും ചെയ്തിട്ട് നഷ്ടം ഉണ്ടായാൽ അത് നിന്റെ നഷ്ടവുമല്ല, നീ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. അത് ആരുടെയാണോ അവർ പറയുന്നതാണ്, അവരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി. നീ പറയുന്ന അങ്ങ് ചെയ്യുക, അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നീ ചിന്തിക്കേണ്ട കാര്യമില്ല. ഉസ ആ പട്ടകം വീണാനായിട്ട് പോയപ്പോഴേക്കും താങ്ങേണ്ട കാര്യം ഉസയ്ക്കില്ല, കാരണം ദൈവം പറഞ്ഞില്ലെങ്കിൽ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കർത്താവിന്റെ വേല കർത്താവിന്റെ വഴിയിൽ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അനേക വ്യക്തികൾ അവരുടെ രീതിയിൽ അവരുടെ സീലിൽ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലാകത്തോണ്ടാണ്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ തന്നെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ ദൈവമാണ് വില കൊടുത്തത്, ദൈവത്തിൻ്റെതാണ് സഭ, അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ സഭ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവരായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിൽക്കും. അങ്ങനെ പൗലോസിന് അറിയാമായിരുന്നു താൻ പോയാൽ എന്ത് സംഭവിക്കുന്നു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സഭയെ ബിൽഡ് ചെയ്യാനായിട്ട് ഈ എൽഡേഴ്സിന് കഴിയില്ല എന്നുള്ളത് പൗലോസ് മനസ്സിലാക്കുകയാണ്. കാരണം എൽഡറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ചെന്നായ്ക്കൾ അകത്ത് കടക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ള വചനം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, സൂക്ഷിച്ചുകൊള്ളാൻ ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. വിപരീതോപദേശം പ്രസ്താവിക്കുന്ന വ്യക്തികൾ, തങ്ങളിലേക്ക് ആൾക്കാരെ അറ്റാച്ച് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളിലേക്ക് ഒരിക്കലും വ്യക്തികളെ അറ്റാച്ച് ചെയ്യരുത്. നമ്മൾ ദൈവത്തിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമുക്ക് കുറെ ഫാൻസിനെ ഉണ്ടാക്കിയിട്ട് കഴിയില്ല. ഇന്ന് അനേക ദൈവദാസന്മാർ അവർക്ക് അവരുടേതായിട്ടൊരു ഫാൻ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യാനായിട്ട് ഒരു ആൾക്കാർ വേണം. അതുകൊണ്ട് തന്നെ ഇവർ അവരുടെ ഫാൻസിനെയാണ് ഉണ്ടാക്കുന്നത്, ഒരിക്കലും ഡിസൈപ്പിൾസിനെയാണ് ഉണ്ടാക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള ആൾക്കാരെ അറ്റാച്ച് ചെയ്യുന്നത്, അവരിലേക്കാണ് ആൾക്കാരെ അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ചെന്നായ്ക്കളാണ്. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തങ്ങളിലേക്ക് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവരായി വിപരീതേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ എഴുന്നേൽക്കുമെന്ന് അറിയുക. എന്നിട്ട് വീണ്ടും പറയാണ്, വാൺ ചെയ്യാണ് അവർക്ക് പറയണം, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 വർഷം രാപ്പകൽ ഇടപെടാതെ കണ്ണീർ വാർത്തുകൊണ്ട് ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞു ഓർത്തോളൂ. പൗലോസിന്റെ ആ ബർഡൻ കാണും. ഓരോ വ്യക്തികളെയും പൗലോസ് 3 വർഷം പൗലോസ് പോലെയുള്ള അപ്പോസ്തലനായ എഫേസ്യസ് സഭയിൽ നിന്ന് ശുശ്രൂഷിച്ചു, പഠിപ്പിച്ചു, പ്രസംഗിച്ചു, അവരെ പ്രൊട്ടക്ട് ചെയ്തു. എന്നാൽ നമുക്കറിയാം, ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, എഫേസ്യസ് സഭ ഇന്നില്ല. പൗലോസിന്റെ കാലം കഴിഞ്ഞപ്പോൾ തന്നെ എഫേസ്യസ് സഭ പിന്മാറ്റത്തിലേക്ക് പോയി. കാരണം അവിടെ അതേപോലെ ഉപദേശത്തിൽ ഉറപ്പിക്കാനായിട്ടുള്ള വ്യക്തികൾ അവരുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്നാണ് കാണുന്നത്. എന്നിട്ട് വീണ്ടും പറയാണ്, ഞാൻ നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വായനത്തിലും ഞാൻ നിങ്ങളെ പരിമേൽപ്പിക്കുന്നു. എൽഡേഴ്സിന് ദൈവത്തിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സഭയാണെന്ന് അറിയാവുന്നതുകൊണ്ട് പൗലോസിന് അറിയാമായിരുന്നു, ദൈവം ഗോഡ് വിൽ ടേക്ക് കെയർ. ദൈവത്തിന്റെ വഴിയിൽ അവർ നടന്നു കഴിഞ്ഞാൽ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യും എന്നറിയുന്നതുകൊണ്ട് ആത്മീയ വർധന വരുന്നത് പൗലോസ് അല്ല, ദൈവമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിലേക്ക് അവരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവസാനം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഈ പൗലോസിന്റെ ആത്മീയ അധികാരത്തിന്റെ, പൗലോസിന് മുഴുവൻ ആലോചനയും മറച്ചു വെക്കാതെ പറയാൻ കഴിയുന്നതിന്റെ ഒരു കാരണമാണ് പൗലോസ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്. പൗലോസിന്റെ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ നിങ്ങൾ എന്റെ ജീവിതം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, അവസാനവും പറയുന്നത് നിങ്ങൾ എങ്ങനെ ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അവസാനം പറയാണ്, ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല, എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് കർത്താവ് താൻ യേശു പറഞ്ഞ വാക്കും ഓർത്തുകൊണ്ട് നിങ്ങൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനത് മുമ്പോട്ട് കൂടുതൽ വിശദീകരിക്കാം, ലേഖനങ്ങളിൽ നിന്നും വിശദീകരിക്കാം. എന്നിട്ട് പൗലോസ് പറയാണ്, എഫേസ്യ സഭയിൽ പൗലോസ് 3 വർഷം നിന്നപ്പോൾ പൗലോസിന് ജോലി ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പൗലോസ് കൈകൊണ്ട് ജോലി ചെയ്തു. അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസിന് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, എങ്കിൽ പോലും പൗലോസ് ചെയ്തു. എന്തുകൊണ്ടാണ്? അപ്പോസ്തലന്മാര് സഭയുടെ മൂപ്പന്മാർക്ക് കാണിച്ചു കൊടുത്ത മാതൃക, ദൈവവചനം യഥാർത്ഥത്തിൽ മറയില്ലാതെ പ്രസ്താവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വചനം ഷ്രിങ്ക് ബാക്ക് ചെയ്യാതെ മുഴുവൻ ആലോചനയും പ്രസ്താവിക്കണമെങ്കിൽ, മുഖം നോക്കാതെ സംസാരിക്കണമെങ്കിൽ അവർ
ഈ വ്യക്തികളുമായി സാമ്പത്തികമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഇവരെ കാണിച്ചു കൊടുത്തു. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ദൈവസഭയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം യഥാർത്ഥത്തിൽ പ്രസ്താവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം. ഈ രീതിയിൽ പറഞ്ഞിട്ടാണ് പൗലോസ് ദൃഷ്ടാന്തം പൗലോസ് ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്? പൗലോസ് ആ സഭയിലെ പാസ്റ്റർമാർക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പാസ്റ്റർമാർ ജീവിക്കേണ്ടത്. അതിന് മുകളിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പ്രാക്ടിക്കലി നിങ്ങൾ സഭയുടെ സാമ്പത്തികവുമായിട്ട് നിങ്ങളെ അറ്റാച്ച് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അവരെന്തെങ്കിലും തരികയാണെങ്കിൽ വാങ്ങിക്കുക. അത് മുമ്പോട്ട് പോകുമ്പോൾ ഞാനത് വിശദീകരിക്കാം. പക്ഷേ അതിൽ ഡിപ്പെൻഡഡ് ആയിരിക്കരുത്. അതിൽ ഡിപ്പെൻഡ് ആയിരിക്കരുതെങ്കിൽ എന്ത് വേണം? ഡിപ്പെൻഡ് ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് അധ്വാനിക്കണം. കൈകൊണ്ട് അധ്വാനിച്ച് നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആലോചന മുഴുവൻ പ്രസ്താവിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അന്നേരം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് അവരെ വിട്ട് പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് താൻ മുട്ടുകുത്തിയാലോരോടെല്ലാവരോടും പ്രാർത്ഥിച്ച് പറഞ്ഞു, ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്നുള്ള വാക്കിനാൽ അവർ ദുഃഖിച്ച് പൗലോസിനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കട്ടളടഞ്ഞ് അവനെ അനുഗമിച്ചു. അന്നേരം അവർക്ക് തന്നെ അറിയാമായിരുന്നു, പൗലോസിനും അറിയാമായിരുന്നു, ഇനി അവരെ ഒരിക്കലും കാണാനായിട്ട് പോകുന്നില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവരുമായിട്ടുള്ള പൗലോസ് അറ്റാച്ച് ഒരുപാട് സ്നേഹബന്ധം ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ വചനം ഈവൻ സഭ മുമ്പോട്ട് പോകുമ്പോൾ കുടിയ നായ്ക്കൾ വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ടും പൗലോസ് മുമ്പോട്ട് പോവുകയാണ്. കാരണം ദൈവത്തിന് അറിയാം, ഇറ്റ്സ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി. ഒരു കുടിയ നായ്ക്കൾ വരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ഇവരെ എല്ലാം പഠിപ്പിച്ച് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പൗലോസ് ചിന്തിക്കുന്നില്ല. പൗലോസ് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് മുമ്പോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ അടുത്തായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇനി ഇതൊരു പ്രസംഗമാണ്. നമ്മൾ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു ദൈവസഭയുടെ എൽഡേഴ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പൗലോസ് ലേഖനത്തിലേക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വഴിയിൽ ദൈവസഭ എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കാര്യങ്ങളാണ് പൗലോസ് ഈ പ്രസംഗത്തിലും ലേഖനങ്ങളിലേക്കും പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു ദൈവത്തിന്റെ ദാസൻ, ദൈവത്തെ സേവിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സ്പിരിച്വൽ അതോറിറ്റി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്? ഒരു ദൈവത്തിന്റെ ദാസന് ദൈവത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റി ഒരു ദൈവത്തിന്റെ സഭയുടെ മേൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ആദ്യത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഐ സെർവ് ഗോഡ്, ദൈവത്തെ സേവിച്ചു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ അതോറിറ്റിയുടെ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവാണ് ഈ സ്പിരിച്വൽ അതോറിറ്റി, ആത്മീയ അധികാരം എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ കാണിച്ചത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരു പ്രസംഗത്തിന്റെ അവസാനം യേശുക്രിസ്തുവിന്റെ സ്പിരിച്വൽ അതോറിറ്റി വേറൊരു വ്യക്തി റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് മടങ്ങിരാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇവന്റെ വചനങ്ങളെ യേശു പറഞ്ഞു നിർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവൻ അവരോട് ഉപദേശിച്ചു. അന്നേരം ഉപദേശിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു സഭയുടെ എൽഡറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഉപദേശത്തിന് ഒരു അധികാരം ഉണ്ടായിരിക്കണം. അധികാര ശുശ്രൂഷയാണ് ടീച്ചിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രീച്ചിങ്ങും പ്രൊഫസിയും യഥാർത്ഥത്തിൽ ഒരു അധികാര ശുശ്രൂഷയല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രൊഫസി സ്ത്രീകൾക്ക് ചെയ്യാമെന്ന് പറയുന്നതും പ്രീച്ചിങ്ങും ഒരു പരിധിവരെ സ്ത്രീകൾക്ക് ചെയ്യാമെന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ ടീച്ചിങ് സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാര്യം ഒരു സഭയിലുള്ള അധികാര ശുശ്രൂഷ സ്ത്രീകൾ കൊടുത്തിട്ടുള്ളതാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാനിതിനും വേറൊരു മെസ്സേജിൽ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരത്തോടു കൂടിയാണ് യേശുക്രിസ്തു ഉപദേശിച്ചത്. എന്നാൽ ഈ യേശുക്രിസ്തുവിന്റെ ഈ അധികാരത്തിന്റെ അടിസ്ഥാനം എന്താണ്? അത് ഒരു ശതാധിപൻ ഇത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഒരു കുഷ്ഠരോഗി അവരുടെ അടുത്ത് വരുന്നു, സൗഖ്യമാക്കാൻ മനസ്സുണ്ടെന്ന് പറയുമ്പോൾ പറയുന്നു. എന്നിട്ട് മുമ്പോട്ട് ഒരു ശതാധിപൻ വരുന്നു. ശതാധിപൻ പറയുന്ന 8-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, കർത്താവ് എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശതാധിപൻ പറയാണ്, കർത്താവ് നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. അന്നേരം ശതാധിപന് അറിയാം യേശുക്രിസ്തുവിന് ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ വാക്ക് കൽപ്പിച്ചാൽ, ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ അവിടെ വീട്ടിൽ സൗഖ്യം ഉണ്ടാക്കും എന്ന് പറയുന്നത്. അതിൽ അടുത്ത വാക്യം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ആ ശതാധിപൻ പറയാണ്, ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഈ ശതാധിപൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ അധികാരമുള്ള മനുഷ്യൻ എന്നുള്ള അല്ല പൗലോസ് ശതാധിപൻ പറയുന്നിരിക്കുന്നത്, ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, എന്താണ് ഈ ഞാനും എന്ന് പറയുന്നത്? നേരം ശതാധിപൻ റെക്കഗ്നൈസ് ചെയ്തൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഈ അധികാരം എക്സസൈസ് ചെയ്തതിന്റെ കാരണം
യേശു ക്രിസ്തു ഒരു അധികാരത്തിന്റെ കീഴിലാണെന്നുള്ളതാണ്. ആരാണ് അധികാരം? ആ അധികാരം പിതാവായ ദൈവമാണ്. അതാണ് ഫിലിപ്പ് ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെത്താൻ താഴ്ത്തി പിതാവിന് പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ടുള്ളൂ. അന്നേരം ഒരു അധികാരത്തിന്റെ കീഴിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അധികാരം ഉണ്ടാക്കാനായിട്ട് എക്സസൈസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ശതാധിപൻ പറയുന്നത്. എന്നിട്ട് ശതാധിപൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ താഴോട്ട് പറയുമ്പോഴേക്കും എനിക്ക് അധികാരം എക്സസൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. എന്റെ മുകളിൽ ഒരു അധികാരം ഇല്ലെങ്കിൽ എനിക്ക് താഴേക്ക് അധികാരം എക്സസൈസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മുകളിൽ ഒരു അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരത്തിന് യേശുക്രിസ്തു പരിപൂർണമായിട്ടും കീഴ്പ്പെട്ടായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന് ആ അധികാരം എക്സസൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന് ഒരു ആധികാരികതയും അധികാരവും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അത് ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാവുന്ന അധികാരമാണ്. അന്നേരം യേശുക്രിസ്തു എങ്ങനെയാണ് അധികാരത്തിന് കീഴിൽ ജീവിച്ചത്? ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും നമ്മൾ വാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 8:28 യേശുക്രിസ്തു തന്നെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, ഐ ഡു നത്തിങ് ഓഫ് മൈസെൽഫ്, ബട്ട് മൈ ഫാദർ ഹാസ് ടോട്ട് മീ ഐ സ്പീക്ക് ദീസ് തിങ്സ്. ഞാൻ സ്വയമായിട്ട് ഒന്നും പ്രസ്താവിക്കുന്നില്ല, എന്റെ പിതാവ് എന്ത് പറയുന്നു അത് മാത്രമാണ് പ്രസ്താവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:44 വാക്യം, ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 44. ഈ വാക്യങ്ങൾ മാത്രം പറഞ്ഞു വിടണം. അവിടെ 44 പറഞ്ഞിരിക്കുകയാണ്, യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നിൽ അയച്ചവനിൽ തന്നെ വിശ്വസിക്കും. ഹി ഹു ബിലീവ്സ് ഇൻ മീ, ഹി ഹു ബിലീവ്സ് ഇൻ മീ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറയുമ്പോൾ പലയിടത്തും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്ന എന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൽ നദികൾ ഒഴുകുന്നു പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു പറയുന്നുണ്ട്. ഇവിടെ എല്ലാം പറയുന്നതിന് വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തു ഒരു കാര്യം പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല വിശ്വസിക്കുന്നു. കാരണം എന്താണ്? അതെങ്ങനെയാണ് പറയാനായിട്ട് കഴിയുന്നത്? കാരണം പറയണം, എന്നിലല്ല, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അടുത്ത വാക്യത്തിൽ പറയണം, എന്നെ തള്ളിക്കളയുന്നത് എന്നെ അല്ല തള്ളിക്കളയുന്നത്, എന്നെ അയച്ചവനെ തള്ളിക്കളയുന്നു. കാരണം ആ അധികാരത്തിന്റെ കാരണം പറയാണ്, ഞാൻ സ്വയമായിട്ട് സംസാരിച്ചിട്ടില്ല. 49 വാക്യം, എന്നെ അയച്ച പിതാവ് ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് അരുളി ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ സംസാരിക്കും. അന്നേരം യേശുക്രിസ്തുവിന്റെ അധികാരം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിന് പരിപൂർണമായിട്ടും കീഴ്ക്കടങ്ങുന്നതിൽ കൂടി, പിതാവ് പറയുന്നതും ചെയ്യുന്നതിൽ കൂടി, പിതാവ് പറയുന്നിടത്തേക്ക് പോകുന്നതിൽ കൂടിയുള്ള അധികാരമാണ്. ഇതാണ് യേശുക്രിസ്തു എക്സസൈസ് ചെയ്തത്. യേശുക്രിസ്തുവിന്റെ ജീവിതം അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് 2 വിശദീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു ഷോർട്ടായിട്ട്. അത് അന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ് ആദ്യം വിശദീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയാണ്, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ അധികാരം നിർവഹിച്ചത്. നസറേനായ യേശുവിനെ അവിടെ അതിന്റെ 22-ാമത്തെ വാക്യം, ജീസസ് ദ നസറേൻ, നസറേനായ യേശുവിനെ നിങ്ങൾ അറിയുന്ന പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ജീസസ് ദ നസറേൻ, എ മാൻ അറ്റസ്റ്റഡ് ടു യു ബൈ ഗോഡ് വിത്ത് മിറാക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ആൻഡ് സൈൻസ്. അന്നേരം പത്രോസ് പറയാണ്, യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ഒരു അറ്റസ്റ്റേഷൻ അവന്റെ മുകളിലുണ്ടായിരുന്നു. അതാണ് ശുശ്രൂഷയുടെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഈവൻ എന്റെ പ്രിയപുത്രൻ. ദാറ്റ് അറ്റസ്റ്റേഷൻ വാസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. ആ അറ്റസ്റ്റേഷന്റെ പുറത്താണ് യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. രണ്ടാമത് പത്രോസ് അത് വിശദീകരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 10:35 വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 10:38 അവിടെ പറഞ്ഞിരിക്കുകയാണ്, നസറായനായ യേശുവിനെ, വീണ്ടും അതേ കാര്യം തന്നെ പറയാണ്, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടി ഇരുന്നുകൊണ്ട് അവനെ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കുകയും സഞ്ചരിച്ചുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നിട്ട് നിങ്ങൾ അറിയുന്നൊരു കാര്യമുണ്ട്, യേശുക്രിസ്തു പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി വിടുവിച്ചു. ഒരു അധികാരത്തോടു കൂടി കർത്താവ് സൂക്ഷിച്ചു. അതിന്റെ കാരണം എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്, പിതാവായ ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് അവനോട് കൂടെ ഇരുന്ന് അവനിൽ കൂടി പ്രവർത്തി നിർത്തിച്ചു. എന്നാൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നതിരിക്കുന്ന ഒരു സബ്മിഷൻ കൂടി ഉണ്ടാവത്തുള്ളൂ. ആ സബ്മിഷൻ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുന്നതും ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൽ കൂടിയാണ്. അങ്ങനെ മാത്രമാണ് ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ അതോറിറ്റി ദൈവത്തിന്റെ സഭയിൽ എക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അന്നേരം ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ കീഴ്പ്പെടാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദൈവം ഒരു സ്പിരിച്വൽ അതോറിറ്റി കൊടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സഭയിലെ മൂപ്പനെ തെരഞ്ഞെടുക്കുമ്പോൾ പുതിയ ശിഷ്യനായിട്ട് പറയുന്നതിന്റെ കാര്യം,
ഹി ഷുഡ് ബി സബ്മിസീവ്. അവനൊരു സബ്മിഷനിൽ കൂടി യഥാർത്ഥത്തിലുള്ള അധികാരമുള്ള ദൈവത്തിന്റെ ദാസന്മാരുടെ കീഴിൽ സബ്മിറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകേണ്ടതുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഈ അധികാരം നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ദൈവത്തിന്റെ ദാസൻ, ഞാൻ ഈ പറയുന്നത് മുഴുവൻ ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവത്തിന്റെ ദാസന് ഈ സ്പിരിച്വൽ അതോറിറ്റി, ദൈവത്തിന് കീഴടങ്ങുന്ന ഈ സ്പിരിച്വൽ അതോറിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് അത് നഷ്ടപ്പെടുന്നത്? അത് വേറൊരു അധികാര സ്ഥാനത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ രണ്ട് അധികാര സ്ഥാനങ്ങളെ നമ്മൾ സേവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അധികാരം നമുക്ക് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. എന്താണ് രണ്ടാമത്തെ അധികാര സ്ഥാനം? ദൈവത്തോട് കൂടെയുള്ള അതേപോലെ തന്നെയുള്ള അടുത്ത അധികാര സ്ഥാനം. അത് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലാണ് യേശുക്രിസ്തു വിശദീകരിക്കുന്നത്. ഇതും ദൈവത്തിന്റെ ദാസന്മാരുടെ അടുത്ത് പറയുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർമാർ വിശ്വാസികളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളായിട്ടാണ് ഇത് പലതും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം, കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ളത് പാസ്റ്റർമാരുടെ അടുത്ത് പറയുന്നതാണ്. പക്ഷെ സാധാരണ എങ്ങനെയാണ് ഇത് പാസ്റ്റർമാർ വിശ്വാസികളുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്നതാണ് ഭാഗ്യം, ഞങ്ങൾ വാങ്ങിക്കേണ്ടവരാണെന്നുള്ളതാണ് ചിന്ത. പക്ഷെ തിരിച്ചാണ്. ഇതേപോലെ തന്നെ ഈ വാക്യവും സാധാരണ പാസ്റ്റർമാർ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ വിശ്വാസികളുടെ അടുത്തുനിന്ന് പൈസ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്, അല്ലെങ്കിൽ വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് പ്രൈമറി ആപ്ലിക്കബിൾ ആവുന്നത് ദൈവത്തിന്റെ ദാസന്മാർക്കാണ്, അല്ലെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർക്കാണ്. ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ അഭിപ്രായമല്ല. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാനിത് ദൈവത്തിന് പകരം അതേപോലെ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയാം. നേരം പറയുന്നത് രണ്ട് അധികാര സ്ഥാനം ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർക്ക് കീഴടങ്ങാനായിട്ട് കഴിയുന്നത്. ആ രണ്ട് അധികാര സ്ഥാനം, ഒന്ന് ദൈവവും ഒന്ന് പിശാചുമല്ല. അത് ഒബ്വിയസ് ആണ്. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ദൈവം വെച്ചിട്ടില്ല. കാരണം അത് വളരെ ക്ലിയർ ആണ്. അങ്ങനെ ആരും അങ്ങനെ ഒരു ചോയ്സിലേക്ക് എടുക്കുകയില്ല. എന്നാൽ വേറൊരു അധികാര സ്ഥാനത്തിലേക്ക് ദൈവത്തിന്റെ ദാസനായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി എൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ദാസന്മാരെന്ന് അവകാശപ്പെടുന്ന അനേക വ്യക്തികൾ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് തുടങ്ങി എൻഡപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അവിടെ യേശുക്രിസ്തു പറയാണ്, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. രണ്ട് കർത്താക്കന്മാരെന്ന്, കുറിയോസ് എന്നുള്ള വാക്ക് തന്നെയാണ് അതിന്റെ ഒറിജിനൽ. രണ്ട് കർത്താക്കന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റി ചേർന്ന് മറ്റവനെ നിരസിക്കും. ആദ്യം ദൈവം രണ്ട് യജമാന്മാരുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. രണ്ടുപേരെ ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് അതൊരു പ്രാക്ടിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു യേശുക്രിസ്തുവിന്റെ കാലത്തെ ഒരു കോൺടെക്സ്റ്റിൽ സ്ലേവറി നിലനിന്നിരുന്ന സമയത്ത് ഒരു വ്യക്തിയെടുത്ത് ഒരു സ്ലേവായിട്ട് അല്ലെങ്കിൽ ദാസനായിട്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താണ് ആ രണ്ട് അധികാര സ്ഥാനം? അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് കഴിയത്തില്ല. അതായത് രണ്ട് അധികാര സ്ഥാനത്തിലേക്ക് ഒരിക്കലും നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവത്തിന് കീഴടങ്ങിയിരുന്നിട്ട് ദൈവത്തിന്റെ അധികാരം നിങ്ങൾക്ക് ദൈവത്തിന്റെ അധികാരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങളുടെ കൂടെ ദൈവം നിൽക്കുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കും നിങ്ങളുടെ സ്പിരിച്വൽ അതോറിറ്റി ദൈവം അറ്റസ്റ്റ് ചെയ്യും. യേശുക്രിസ്തുവിനെ അറ്റസ്റ്റ് ചെയ്തതുപോലെ ദൈവം നിങ്ങളെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ കൂടി ദൈവം നിവർത്തിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ തുടങ്ങുന്നത് ശുശ്രൂഷ. പക്ഷെ എൻഡപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? രണ്ടും കൂടി ഒരുമിച്ച്, രണ്ടുപേരെയും കൂടി ഒരുമിച്ച് സേവ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി തുടങ്ങുകയാണ്. ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ ആ വ്യക്തി എൻഡപ്പ് ചെയ്യുന്നത് ആദ്യത്തെ ദാസത്വത്തിൽ നിന്നും മാറി രണ്ടാമത്തെ ദാസനായി ആ വ്യക്തി എൻഡപ്പ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദാസനായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി ദ്രവ്യദാസനായിട്ട് തീരുകയാണ്. ഇത് ഒരു സ്പിരിച്വൽ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിശ്വാസികളെക്കാൾ കൂടുതൽ ആപ്ലിക്കബിൾ ദൈവത്തിന്റെ ദാസനായിട്ട് തുടങ്ങുന്നവർക്കാണ്. ഇതൊരു സബ്റ്റിലായിട്ടുള്ള പിശാചിന്റെ തന്ത്രമാണ്. അനേക വ്യക്തികൾ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് തുടങ്ങുകയും ദൈവിക അധികാരത്തിൽ കാര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് തുടങ്ങുകയും ആ സ്പിരിച്വൽ അതോറിറ്റി നഷ്ടപ്പെട്ട് ദ്രവ്യദാസന്മാരായി തീരുകയും ദ്രവ്യത്തെയും മനുഷ്യനെയും സേവിക്കുന്നവരായി തീരുകയും. ദ്രവ്യദാസന്മാർ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ദാസന്മാരായി തീരും. കാരണം അവർക്ക് പണം കിട്ടുന്നത് മനുഷ്യരിൽ നിന്നാണല്ലോ. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ദൈവത്തെയും മനുഷ്യരെയും ഒരുമിച്ച് സന്തോഷിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ ഇപ്പോഴും മനുഷ്യരെയോ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാസനാവാനായിട്ട് കഴിയത്തില്ല. സോ ഇറ്റ്സ് ആൻ ഇമ്പോസിബിലിറ്റി. അന്നേരം ദൈവത്തിന്റെ ദാസനായിട്ട് മനുഷ്യന്റെ ദാസനായിട്ട് തീരാനായിട്ട് കഴിയത്തില്ല. കൊരിന്ത്യർ ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്, 7:23 പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യരുടെ ദാസന്മാരാവരുത്. മനുഷ്യരെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാം, പക്ഷെ ദൈവത്തിന്റെ ദാസനായിട്ട് നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തെയാണ് ശുശ്രൂഷിച്ചത്, ദൈവത്തെയാണ് സേവിച്ചത്, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോൾ. ഇതൊരു സ്പിരിച്വൽ അതോറിറ്റിയുടെ വിഷയമാണ്. ഇന്ന് അനേകർക്ക് സ്പിരിച്വൽ അതോറിറ്റി ഇല്ലാത്തതിന്റെ കാര്യം അവർ ദ്രവ്യദാസന്മാരാണ്. അവർ മനുഷ്യരിൽ ഡിപ്പെൻഡഡ് ആണ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുന്നതിന് പകരം ഗ്രാജുവലി അവർ അതിൽ നിന്ന് മാറി മാമോന്റെ ദാസന്മാരായി തീരുകയാണ്.
അത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. ദൈവദാസന്മാർ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും പതറ്റിക് സ്റ്റേജാണ്. അങ്ങനെയാണ് പലരും എത്തിച്ചേർന്നിരിക്കുന്നത്. അന്നേരം ഞാനിത് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പിരിച്വൽ അതോറിറ്റി നഷ്ടപ്പെട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്പിരിച്വൽ അതോറിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ ആലോചന മുഴുവനായിട്ട് നിങ്ങൾക്ക് പ്രസ്താവിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നിങ്ങൾ പലതിലും ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്പിരിച്വൽ അതോറിറ്റി നഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു സ്ഥാനത്ത് തുടരാനായിട്ട് കഴിയും. വേണമെങ്കിൽ ഒരു പാസ്റ്ററായിട്ടോ ഒരു എൽഡറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തുടരാനായിട്ട് കഴിയും. ഇപ്പം ശൗലിന്റെ മുകളിൽ നിന്ന് സ്പിരിച്വൽ അതോറിറ്റി പോയിട്ടും ശൗൽ അനേക വർഷങ്ങൾ പഴയ നിയമത്തിലെ കസേരയിൽ തുടർന്നു. പക്ഷെ അധികാരം ദാവീദിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു, സ്പിരിച്വൽ അതോറിറ്റി. അന്നേരം ഇതാണ് ഒരു പ്രശ്നം. അന്നേരം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തിയിലെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അന്നേരം എന്താണ് പൗലോസിന് ഇത് അറിയാമായിരുന്നത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പൗലോസ് അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ദൈവത്തിന്റെ ദാസനായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ ദ്രവ്യത്തിന്റെ ദാസനായി തീരരുത് എന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും എനിക്ക് പറയണം എന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നുകൊണ്ട്, ആ കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. അതുകൊണ്ട് എനിക്ക് മനുഷ്യരിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചന മുഴുവൻ എനിക്ക് പ്രസ്താവിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും രക്തത്തിൽ എനിക്ക് പങ്കാളിത്തമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല, ദൈവത്തിന്റെ വചനത്തിലെ അഭിപ്രായമാണ്. ഞാൻ ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഞാനും പലയിടത്തും ഒറ്റപ്പെടുകയാണ്. അത് എനിക്ക് വിഷയമല്ല. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരന്റെ മെസ്സേജ് ഞങ്ങളുടെ ചർച്ചിൽ സ്ഥിരമായിട്ട് ആൾക്കാരുടെ അടുത്ത് കേൾക്കണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. സഹോദരൻ ഈ കാര്യം പറഞ്ഞു തുടങ്ങുന്നതോടുകൂടി ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇനി ഈ സഹോദരന്റെ മെസ്സേജ് കേൾക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, ആൾക്കാർ കുറച്ച് കേട്ടാൽ മതി, കുഴപ്പമില്ല. കാരണം ഇവരുടെ പ്രശ്നത്തിലേക്കാണ്, ഇവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നത്. അത് പലരും പറയാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല. ദൈവത്തിന്റെ എന്നെ ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന, എന്നെ ദൈവനെ പഠിപ്പിച്ച ഒരു ദൈവദാസൻ, അദ്ദേഹം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിന് ഒരു കാര്യം മാത്രം ചെയ്യുക, സ്പീക്ക് ദ ട്രൂത്ത് കണ്ടിന്യൂസ്ലി. അന്നേരം ആൾക്കാർ തന്നെത്താനെ ദൈവം മാറ്റേണ്ടവരെ മാറ്റിക്കൊണ്ടേയിരിക്കും. ദൈവം നിന്റെ അടുത്ത് കണക്ട് ചെയ്യേണ്ടവരെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനു വേണ്ടി നീ ശ്രമിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന്റെ വചനം സംസാരിച്ചാൽ മതി. അന്നേരം ഇതാണ് യഥാർത്ഥമുള്ള കാര്യം. ദൈവത്തിന്റെ വചനം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അധികാരത്തോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായി തീരാനായിട്ട് പാടില്ല. മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗലോസ് എഫേസ്യ സഭയെടുത്ത് പറയാണ്, ഞാൻ നിങ്ങളുടെ വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല, ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ആയിട്ടില്ല, നിങ്ങളുടെ പണയവുമായിട്ട് ഞാൻ കണക്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ ആലോചന മുഴുവനായിട്ട് പ്രസ്താവിക്കാൻ കഴിയും. ഞാനിത് പറയുന്നത് പൗലോസിന്റെ ഈ ഒരു സഭയിലെ കാര്യം മാത്രമല്ല. ഞാൻ പറഞ്ഞു, പൗലോസ് അപ്പോസ്തല പ്രവൃത്തി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, പൗലോസ് 4 സഭകൾ സ്ഥാപിച്ചു. ഈ 4 സഭകളിലും ലെറ്റർ എഴുതുമ്പോൾ ചിലയിടത്ത് 2 ലെറ്റർ വെച്ച് എഴുതുന്നുണ്ട്. 2 ലെറ്റർ എഴുതുമ്പോഴും 2 പൗലോസ് ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അന്നേരം എഫേസ്യ സഭയിലാണ് പൗലോസ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. അന്നേരം അവിടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പൗലോസ് ഈ കാര്യം പറയുന്നതിന്റെ കാര്യം എന്താണ്? അറ്റ്ലീസ്റ്റ് 3 കാര്യങ്ങൾ ഇതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. പൗലോസ് സാമ്പത്തികമായിട്ട് സ്വതന്ത്രനായിരുന്നു. അവരുടെ സാമ്പത്തികത്തിൽ അറ്റാച്ച്ഡ് ആയിരുന്നില്ല. ഒരു സഭയിലെ പാസ്റ്റർ ഒരിക്കലും ഒരു സഭയിലെ വിശ്വാസികളുടെ സാമ്പത്തികത്തിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ള പാഠമാണ് പൗലോസ് ഇതിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, അവരുടെ നിങ്ങൾക്ക് ദാനങ്ങൾ വാങ്ങിക്കാം. പൗലോസ് ഇത് സ്വീകരിച്ചായിട്ട് വേറൊരു സഭയിൽ പറയുന്നുണ്ട്. പക്ഷെ പൗലോസ് ചിലടത്ത് സ്വീകരിച്ചതേയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന് ദൈവത്തിന്റെ ആലോചന മുഴുവനായിട്ടും വിട്ടുവീഴ്ചയില്ലാതെ സംസാരിക്കാനായിട്ടുള്ള ധൈര്യം പൗലോസിന് അത് കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ഇത് ശക്തമായിട്ടൊരു മാതൃക കാണിക്കുകയാണ് മൂപ്പന്മാർക്ക്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. മുകളിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ കാര്യം ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു. എല്ലാം കണ്ടു, മുകളിലത്തെ എല്ലാ കാര്യങ്ങളും ഒരു ദൃഷ്ടാന്തമാണ്. അതിൽ ഏറ്റവും അവസാനം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് കാണിച്ച ദൃഷ്ടാന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് സാമ്പത്തികമായി സ്വതന്ത്രനായി വിശ്വാസികളുടെ പണത്തിൽ ഡിറ്റാച്ച്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ആ മാതൃകയായിട്ട് കാണിച്ചത്. അടുത്തായിട്ട് നമ്മൾ വായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് കൊരിന്ത്യയിലേക്ക് പോകും. പൗലോസ് കൊരിന്ത്യയിലെ സഭയിൽ ശുശ്രൂഷിച്ചു. അന്നേരം കൊരിന്ത്യയിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എഫേസ്യ സഭയിൽ പൗലോസ് 3 വർഷം ശുശ്രൂഷിച്ചെങ്കിൽ കൊരിന്ത്യ സഭയിൽ പൗലോസ് ഏകദേശം 18 മാസമാണ് ശുശ്രൂഷിച്ചത്. അതിന് കൊരിന്ത്യ സഭയ്ക്ക് 2 ലെറ്റർ എഴുതുന്നുണ്ട്. 2 ലെറ്ററിലും പൗലോസ് താൻ കൈകൊണ്ട് അധ്വാനിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 18ന്റെ 2-3 വാക്യത്തിൽ പൗലോസ് കൂടാരപ്പണി കൊരിന്ത്യയിൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യയിൽ വിശ്വാസികളുടെ നിന്ന് പൈസ വാങ്ങിക്കാത്തത്? അതിന്റെ കാരണം വേറെയാണ്. എഫേസ്യ സഭയിൽ നിന്നുള്ള കാരണത്തിലും വ്യത്യാസമാണ്. ഞാനിതൊരു ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് അത് വായിച്ചു നോക്കാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. എന്താണ് പൗലോസ് കൊരിന്ത്യയിൽ ഇങ്ങനൊരു സ്റ്റാൻഡ് എടുക്കാനായിട്ടുള്ള കാര്യം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കൊരിന്ത്യ സഭ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പല സഭകളുടെയും രീതിയിലാണ്. കാരണം ദ്രവ്യാഗ്രഹികളായിട്ടുള്ള വ്യക്തികൾ, മനുഷ്യരെ ചൂഷണം ചെയ്തിട്ടുള്ള വ്യക്തികൾ അപ്പോസ്തലന്മാരുടെ പേരെടുത്തുകൊണ്ട് അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുകയാണ്. എന്നാൽ ഇവരുടെ ഇടയിൽ പൗലോസ് ശുശ്രൂഷിക്കുമ്പോൾ പൗലോസിന്റെ സുവിശേഷം വ്യക്തമാണെന്നുള്ളതും പൗലോസിന്റെ സുവിശേഷം ദൈവത്തിൽ നിന്നുള്ളതാണെന്നും കാണിച്ചു കൊടുക്കാനായിട്ട് പ്രസംഗിച്ചാൽ മാത്രം പോരാ, അവരുടെ പ്രവൃത്തിയിൽ കൂടി പൗലോസിന് അവരെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് തന്റെ ശുശ്രൂഷ ആ രീതിയിൽ ചെയ്തത്. തന്റെ ശുശ്രൂഷ ഒരിക്കലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട്. പറഞ്ഞാൽ മാത്രം പോരാ, ഞാൻ പ്രസംഗിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഇവരുടെ നിന്ന് പണം വാങ്ങിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് 1 കൊരിന്ത്യർ അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, 9-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഈ കാര്യമാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത് എന്റെ പ്രശംസയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഒരു ആത്മപ്രശംസ എന്ന് നമുക്ക് ചിന്തിക്കുന്ന രീതിയിൽ പൗലോസ് പറയുകയാണ്, ആരെങ്കിലും എന്റെ പ്രശംസ നഷ്ടപ്പെടുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ദ്രവ്യാഗ്രഹിയാണ് എന്നൊരു സഭയിലെ വിശ്വാസി പറയുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാര്യം പറയുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതുകൊണ്ട് സുവിശേഷത്തിന്റെ യഥാർത്ഥ ആ മൂല്യം നിലനിർത്താനായിട്ട് പൗലോസ് എഴുതി. രണ്ടാമത്, പൗലോസ് തെറ്റായിട്ടുള്ള സുവിശേഷകരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്ന് കാണിച്ചു കൊടുത്തത് ഈ രീതിയിലാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. വ്യാജ സുവിശേഷകരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ യഥാർത്ഥ സുവിശേഷകനാണ്, യഥാർത്ഥ ദൈവത്തിന്റെ ദാസനാണ് എന്നുള്ളത് പൗലോസ് പറയുകയല്ല ചെയ്തത്, പൗലോസിന്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുത്തു. 2 കൊരിന്ത്യർ 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം നിങ്ങൾ ഫുള്ള് പിന്നീട് പോയി വായിച്ചു നോക്കിയാൽ മതി. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വാണിംഗ് കൊടുക്കുകയാണ് ദുരുപദാഷ്ടാക്കന്മാരെ പറ്റി. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തൻ വന്ന് 2 കൊരിന്ത്യർ 11:4 നിങ്ങൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ള ദൈവത്തിന്റെ എരിവോടുകൂടി പൗലോസ് അവരടുത്ത് പറയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈകൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്ന. അന്നേരം ഒരു വ്യാജ സുവിശേഷകന്മാരുണ്ട്, വ്യാജ സുവിശേഷമുണ്ട്, വ്യാജ ആത്മാവുണ്ട്. ഇത് പ്രസംഗിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഇവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്നുള്ളത് എങ്ങനെയാണ് പൗലോസിന് തെളിയിച്ചെടുക്കാനായിട്ട് കഴിയുന്നത്? അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുവാൻ ഞാൻ പാപം ചെയ്തു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഇടയിൽ മുട്ടുണ്ടായപ്പോൾ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല. മക്കതോയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രയും മുട്ട് തീർത്ത്. ഒരു വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് ഭാരമാവാതെ സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. വീണ്ടും പറയാണ്, എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്താണ് ഈ അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ ആരും എനിക്കില്ലാതാക്കുകയില്ല. എന്നിട്ട് പറയാണ്, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നത് അത്രേ ഒരു ആശ്ചര്യവുമില്ല. എന്നിട്ട് പറയാണ്, അവർ ഞങ്ങളെ പോലെ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തത് ആ കാര്യം ചെയ്യട്ടെ. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം വ്യത്യസ്തമാണ് എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ടാണ് അറ്റസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ പറയുന്നതിൽ കൂടിയല്ല. ഇപ്പം പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി, പ്രോസ്പെരിറ്റി ഗോസ്പൽ വ്യാജ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി വ്യാജ സുവിശേഷം പ്രസംഗിക്കുകയും അതുവഴി പണമുണ്ടാക്കുകയും മറ്റുള്ളവരുടെ പണം കൊണ്ട് ആഡംബരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. വേറൊരു വ്യക്തി സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്നത് പറയുകയാണ്, അദ്ദേഹം സത്യസുവിശേഷമായിരിക്കും, വ്യാജ സുവിശേഷമല്ല, പ്രോസ്പെരിറ്റി ഗോസ്പൽ ആയിരിക്കത്തില്ല പ്രസംഗിക്കുന്നത്. പക്ഷെ ഈ വ്യക്തിയും വിശ്വാസികളുടെ പണം കൊണ്ട് തന്നെ ജീവിക്കുകയും വിശ്വാസികളുടെ പണം കൊണ്ട് ആഡംബരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സത്യത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ആ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ആൾക്ക് കുറച്ചുകൂടിയെങ്കിലും സത്യസന്ധതയുണ്ട്. അദ്ദേഹം അറ്റ്ലീസ്റ്റ് കള്ളത്തരം പറഞ്ഞ് കള്ളത്തരത്തിൽ തന്നെ ജീവിക്കുന്നു. ഇത് യഥാർത്ഥ സുവിശേഷം പറഞ്ഞിട്ട് ജീവിതം ഇങ്ങനെ തന്നെ. എന്നിട്ട് ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് വ്യത്യസ്തനാണ് എന്ന് പൗലോസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന സുവിശേഷം അത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അനേക ആൾക്കാർ പണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, പണത്തിന് വേണ്ടിയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നു, വ്യാജ സുവിശേഷം പ്രസംഗിക്കുന്നു, മാമോന്റെ ദാസന്മാരായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇതാണ് പൗലോസ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ പൗലോസ് ഇവരിൽ നിന്ന്, കള്ള അപ്പോസ്തലന്മാരിൽ നിന്ന്, കപടവേലക്കാരിൽ നിന്നും തന്നെ വ്യത്യസ്തനായിട്ട് കാണിച്ചു. ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഇതാണ്. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വേല പണമുണ്ടാക്കാനായിട്ടുള്ള വേലയാണെന്ന് ലോകക്കാർക്ക് ചിന്തിക്കുന്നു. ഞാൻ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞാണ്, ഈ കേരളത്തിൽ ഒരു വളരെ പ്രശസ്തനായിട്ടൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ വാക്ക് പലരും കേൾക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, ഈ ഗൂഗിൾ കമ്പനി പൂട്ടിയാൽ തൊഴിൽ രഹിതരാകുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്നത്തെ മതപ്രസ്ഥാനങ്ങൾ പൂട്ടിക്കഴിഞ്ഞാൽ തൊഴിൽ രഹിതരാകും. കാരണം മതം കൊണ്ട് ജീവിക്കുന്നവർ ഗൂഗിൾ കമ്പനി കൊണ്ട് ജീവിക്കുന്നവരെക്കാൾ ആൾക്കാർ കൂടുതലാണ്. അതൊരു സത്യമാണ്. ഇതൊരു അവിശ്വാസിയായിട്ടൊരു വ്യക്തി പറയുന്നതാണ്. അന്നേരം ലോകത്തിന്റെ മുമ്പിൽ ദൈവവേല പണസമ്പാദനത്തിനുള്ള മാർഗമാണ് എന്ന് കള്ള അപ്പോസ്തലന്മാരും കള്ളപ്രവാചകന്മാരും കാണിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള അപ്പോസ്തലന്മാർ യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ചാൽ മാത്രം പോരാ, അവർ
മാമോന്റെ ദാസന്മാരല്ല എന്നുള്ളത് കാണിക്കുന്ന അവരുടെ ജീവിതത്തിൽ കൊണ്ട് അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ചെയ്തത്? അപ്പോസ്തലൻ എങ്ങനെയാണ് കാണിച്ചത്? അപ്പോസ്തലൻ വെറുതെ പറയുക മാത്രമായിരുന്നില്ല. ആദിമസഭയുടെ ഒരു ഡിഡാക്കെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ ചെറിയൊരു പുസ്തകമാണ്. രണ്ടാം നൂറ്റാണ്ടിന്റെ സമയത്ത് എഴുതിയതാണ്. അത് തിരുവെഴുത്തൊന്നുമല്ല, തിരുവെഴുത്തായിട്ട് എടുക്കേണ്ട കാര്യമില്ല, എങ്കിലും വളരെ ആധികാരികതയായിട്ടുള്ളൊരു പുസ്തകമാണ്. അതിൽ ഒരു കള്ള അപ്പോസ്തലനെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു അപ്പോസ്തലൻ അല്ലെങ്കിൽ ഒരു കള്ളപ്രവാചകൻ അവൻ നിങ്ങളുടെ അടുത്ത് പണം ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അവൻ കള്ളപ്രവാചകനാണെന്ന് ഉറപ്പിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാം നൂറ്റാണ്ട് ഡിഡാക്കെ ചാപ്റ്റർ 11 നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിച്ചു നോക്കാം. ഇതാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബൈബിൾ വായിച്ചില്ലെങ്കിൽ പോലും ആ പുസ്തകത്തിൽ അത്രയും ഭാഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർ അനേകം ആൾക്കാർ രക്ഷപ്പെടും. ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. യേശുക്രിസ്തു പറഞ്ഞാണ് യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമൺ. അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തികമായി യു ഷുഡ് ബി ഫ്രീ. മനുഷ്യരുമായിട്ട് അറ്റാച്ച് ആവരുത്, മനുഷ്യരുടെ ദാസന്മാരാകരുത്. ദൈവത്തിന്റെ ആലോചന മുഴുവൻ പ്രസ്താവിക്കണമെങ്കിൽ, കള്ള അപ്പോസ്തലന്മാരിൽ നിങ്ങളെ തന്നെ വ്യത്യസ്തരായിട്ട് കാണിക്കണമെങ്കിൽ, സുവിശേഷം നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ ശക്തിയോടുകൂടി പറയണമെങ്കിൽ, തടസ്സം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് തടസ്സം 1 കൊരിന്ത്യർ 9:12. ഞാൻ പറഞ്ഞത് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം, 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം. ഈ 2 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. 1 കൊരിന്ത്യർ 9:12 പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ നിന്ന് ഈ അധികാരം ഉപയോഗിച്ചിട്ടില്ല. ഈ അധികാരം ഉണ്ടായിട്ടും ഉപയോഗിച്ചില്ല. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു തടസ്സവും വരാതിരിക്കുവാൻ ഞങ്ങൾ ഇത് സഹിക്കുന്നു. അങ്ങനെ പൗലോസ് പറയാണ് സുവിശേഷം തടയപ്പെടാൻ, സുവിശേഷം അതിന്റെ ഒറിജിനലായിട്ട് പറയപ്പെടാനായിട്ട് ഞങ്ങൾ പണത്തിൽ നിന്ന്, അറ്റാച്ച്മെന്റിൽ നിന്ന് സ്വതന്ത്രരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. തെസ്സലോനിക്ക സഭ, ഞാൻ പറഞ്ഞല്ലോ 4 സഭകളാണ് നമ്മൾ അപ്പോസ്തല കൂട്ടത്തിൽ പൗലോസ് സ്ഥാപിച്ചവരാണ്. തെസ്സലോനിക്ക സഭയിലും പൗലോസ് ലേഖനം എഴുതുന്നുണ്ട്. പക്ഷെ തെസ്സലോനിക്ക സഭയിലേക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് നിലപാടാണ് അവിടെ എടുക്കുന്നത്. തെസ്സലോനിക്ക സഭയിൽ പൗലോസ് ഒരുപാട് വർഷങ്ങൾ താമസിച്ചു പഠിപ്പിച്ചോട്ടോ ഒന്നും കാണുന്നില്ല, കുറച്ച് നാളെ താമസിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും അവിടെ പൗലോസ് ജോലി ചെയ്തു എന്ന് മാത്രമല്ല, പൗലോസ് പറയുന്നത് രാവും പകലും അധ്വാനിച്ചതാണ്. 1 തെസ്സലോനിക്കർ 2:9. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിന്നീട് പോയി വായിച്ചു നോക്കാം. അവിടെ പറഞ്ഞത് 1 തെസ്സലോനിക്കർ 2:9 പൗലോസ് പറയാണ്, സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങൾ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ, പൗലോസ് പറഞ്ഞാൽ പൗലോസും പൗലോസിന്റെ കൂടെയുള്ളവർ, രാവും പകലും വേല ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളത് പ്രസംഗിച്ചു. എന്നിട്ട് 2-ാമത്തെ അധ്യായം 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനത്തിന് ഇത് ആവർത്തിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 2:9, 2 തെസ്സലോനിക്കർ 3:7-8. ഇവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് പൗലോസ് എടുക്കുന്നത്. 2 തെസ്സലോനിക്കർ 3:7-8 പറഞ്ഞാണ്, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഈ ക്രമം കെട്ട് നടക്കുക എന്നുള്ളത് പൗലോസോട് ആവർത്തിക്കുന്നുണ്ട്. എന്താണ് അവിടെ ക്രമം കെട്ട് നടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, നോർ ഡിഡ് വി ഏറ്റ് എനിവൺസ് ബ്രെഡ് വിത്തൗട്ട് പേയിങ് ഫോർ ഇറ്റ്. ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിലെ വിശ്വാസികളുടെ ആഹാരം ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൗലോസ് പൈസ കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തൊരു സ്ട്രിക്റ്റ് നിലപാടാണ്, ഇതൊക്കെ എന്തൊരു അഹങ്കാരമാണ് നമ്മൾ ചിന്തിച്ചേക്കാം, അല്ലെ? അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മളെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നു ഇദ്ദേഹം എന്തൊരു ഭയങ്കര വിശുദ്ധി കാണിക്കുന്ന ആൾക്കാണ്, ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കുകയാണ്, വിശ്വാസികൾ കൊടുക്കുന്ന ഭക്ഷണം. എന്തുകൊണ്ടാണ്? എന്നിട്ട് പറയാണ്, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല, നിങ്ങൾ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് അധ്വാനത്തോടും പ്രയാസം കൂടി രാപ്പകൽ വേല ചെയ്തു പോകുന്നു. 1 തെസ്സലോനിക്കലും പറഞ്ഞു, 2 തെസ്സലോനിക്കലും പറഞ്ഞു, രാപ്പകൽ വേല ചെയ്തു. അനുകരിപ്പാൻ അധികാരമില്ലായിരുന്നിട്ടില്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് മാതൃകയില്ലാഞ്ഞിട്ടല്ലേ. എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടൊരു നിലപാട് അവിടെ എടുത്തത്? കാരണം ആ സഭയിൽ ചില ആൾക്കാർ അലസന്മാരായിരുന്നു. ഈ അലസതയാണ് മുകളിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രമം കെട്ട് നടപ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. അലസത എന്ന് പറയുന്നത്, പണിയെടുക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാപമായിട്ടാണ് ബൈബിൾ കാണുന്നത്. നമ്മൾ പറയുന്നത് ഈ വേർപെട്ട ആൾക്കാരിൽ നിന്ന് വേർപെടണം, അവരുടെ അടുത്ത് സംസർഗം അരുതെന്ന് 2 മാത്രമേ പൗലോസ് പറയുന്നുള്ളൂ. അതിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ ദുർനടപ്പുകാരുടെ അടുത്താണ്, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി ദുർനടപ്പ് പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സംസർഗം അരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ് ക്രമം കെട്ട് കിടക്കുന്ന ഒരു സംസർഗം അരുത്. ക്രമം കെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോട് കൂടിയിരിക്കുമ്പോൾ ആജ്ഞാപിച്ചിട്ടുള്ളൂ. അന്നേരം പൗലോസ് പറയാണ്, പൗലോസ്
പറയാണ്, എന്തിനാണ് പൗലോസ് തിന്നുക പോലും ചെയ്യാത്തത് പൈസ കൊടുക്കാതെ? കാരണം വേല ചെയ്യാതെ തിന്നുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, പണിയെടുക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അലസന്മാരുണ്ട്. ഈ അലസന്മാരുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ അലസത പാടില്ല എന്ന് പ്രസംഗിക്കുകയല്ല പൗലോസ് ചെയ്തത്. പൗലോസ് കഠിനാധ്വാനം ചെയ്ത് രാവും പകലും ജോലി ചെയ്ത് സുവിശേഷത്തിന് വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഇവരുടെ മുമ്പിൽ ഒരു മാതൃക കാണിച്ചു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അധികാരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഞങ്ങളെ മാതൃക ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ ഇടയിൽ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ചിലർ ക്രമം കണ്ട് നടക്കുന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരത് സാവധാന വേല ചെയ്ത് അഹോവൃത്തി കഴിയണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഒരു അധികാരത്തോടുകൂടി പൗലോസ് പറയാണ്, നിങ്ങൾ ജോലി ചെയ്യണം, പണിയെടുക്കാതെ ജീവിക്കരുത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി നിങ്ങളാണ് ജോലി ചെയ്യേണ്ടത്. ഭാര്യയ്ക്കും പിള്ളേർക്കും നിങ്ങൾ ജോലി ചെയ്തിട്ട് കൊടുക്കണം. നിങ്ങളുടെ പിതൃത്വത്തിൽ അപ്പനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്തിട്ടോ സഭയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഇങ്ങനെ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. വിശ്വാസികൾക്ക് പറയാണ്, നിങ്ങൾ ജോലി ചെയ്യണം. അങ്ങനെ അല്ലാത്തവരുടെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഈ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവരോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിക്കുന്നു പറയാണ്. വളരെ സ്ട്രിക്റ്റ് കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഒന്നും എൻ്റെ അഭിപ്രായമല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എന്നെ എത്ര ഇതിനെതിരെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷയമല്ല. പക്ഷെ ഇത് ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. അലസത എന്നുള്ളത് വലിയ പാപമാണ്. അലസത ദൈവദാസന്മാർ വിശ്വാസികളുടെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ അതിനേക്കാൾ അലസന്മാരായി തീരും. അതുകൊണ്ട് തന്നെ ഇവരുടെ നടുവിൽ പൗലോസ് എഫേസ്യ സഭയിലും കൊരിന്ത്യ സഭയിലും കാണിച്ചതിനേക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാതൃക കാണിച്ചു. രാവും പകലും ജോലി ചെയ്തു, ഭക്ഷണം പോലും അവരുടെ വാങ്ങിച്ചില്ല. അവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ പൗലോസ് ഒരു സ്ട്രിക്റ്റ് മാതൃക ഇവരുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇത് ആപ്ലിക്കബിൾ അല്ലേ? ഇന്ന് അനേക ആൾക്കാർ ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ ഇങ്ങനെയുള്ള മാതൃക കാണിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് കാണിക്കില്ല? ഞാൻ പല സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇതിന്റെ സീരിയസ്നെസ് കൊണ്ടാണ്. എന്നെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തി, വളരെ ഒരു 18-19 വയസ്സേ ഉള്ളൂ, ഒരു പയ്യൻ, ഇവന്റെ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് പല ആൾക്കാരും ഇങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ വാട്സപ്പിൽ പൈസ വേണം, ഞങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു, പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ ചോദിക്കാറുണ്ട്. എന്നാലും ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ കൊടുക്കരുത്, പിന്നീട് എനിക്ക് മനസ്സിലായി ഒരു ട്രാപ്പ്, ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ്. ഒരു 100 പേർക്ക് പൈസ അയച്ചിട്ട് അവരുടെ അടുത്ത് വാങ്ങിക്കുക, ചുമ്മാതെ പൈസ കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഒരു ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തി ഇത് എനിക്കൊരു എനിക്കൊരു കഷ്ടം തോന്നി. ഈ ഒരു ചെറുപ്പക്കാരനാണ്, അവൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. അവൻ പറയാണ്, എനിക്ക് ബൈബിൾ കോളേജിൽ പൈസ ഇത്രയും കൊടുക്കാനായിട്ടുണ്ട്, എനിക്ക് ഇത്രയും പൈസ, എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി എനിക്ക് അയക്കാം. അന്നേരം ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും പൈസ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിനക്ക് പൈസ അയച്ചു തരാം. പക്ഷെ ഞാനിതിപ്പം പൈസ അയച്ചു തന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇതൊരു ശീലമാക്കും. സുവിശേഷ വേല തുടങ്ങുമ്പോഴും നീ ആൾക്കാരുടെ അടുത്തുനിന്ന് പൈസ ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു ശീലമായി തീരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് നീ കുറച്ച് പൈസ ഉണ്ടാക്കും, ബാക്കി ഞാൻ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു. നിന്റെ ആവശ്യമുള്ള പൈസ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇവൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കോപിച്ചു കൊണ്ടൊരു മെസ്സേജ്, ദേഷ്യപ്പെട്ടൊരു മെസ്സേജ്. ഇന്നലെ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങളുടെ ഈ ബൈബിൾ കോളേജിൽ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്, ഇതൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് അറിയുന്നത്. ഞങ്ങളുടെ ഈ ബൈബിൾ കോളേജിൽ ഏകദേശം 200 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 200 പേരും ആൾക്കാരുടെ അടുത്തുനിന്ന് പൈസ ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ആരുടെ അടുത്ത് ഞങ്ങൾ ജോലി ചെയ്യാറില്ല. കാരണം ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്, ഞങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് അധികാരമില്ല. എന്നിട്ട് എന്നെ ഒരു വലിയൊരു ക്ലാസ് ഉണ്ട്, ഞാൻ പിന്നെ ഇതിന് മറുപടി അയക്കാനായിട്ട് പോയില്ല. എന്നിട്ട് ഞാൻ ചിന്തിച്ച് ഇത്രേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ഇവരുടെ ഒരു മറുപടിയും കൂടി അയച്ചു. ഞാൻ ഇവരുടെ പറഞ്ഞു, ഈ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന 200 പേരും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ പഠിപ്പിച്ചു വിടുന്നത്. ഇവരെ ദൈവവചന യഥാർത്ഥത്തിൽ പഠിപ്പിച്ചാൽ, ദൈവവചനത്തിന്റെ യഥാർത്ഥ ആധികാരികത ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ആ രീതിയിൽ ഇവർ ദൈവത്തിന്റെ അധികാരത്തോടുകൂടി ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇവർ മാമോന്റെ ദാസന്മാരായി തീരാൻ പോവുകയാണ്. അങ്ങനെയാണ് ബൈബിൾ കോളേജിൽ നിന്ന് അനേകർ ഇറങ്ങുന്നത്. ഞാൻ ഇതിനെല്ലാം അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷെ ഇതാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇങ്ങനെയുള്ള അലസന്മാർ, ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ പണത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് മാമോന്റെയും മനുഷ്യന്റെയും ദാസന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഉള്ളിടത്ത് ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ അധികാരത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ 3 പൗലോസ് ഇതാണ് ചെയ്യുന്നത്. പൗലോസ് ഈ രീതിയിലാണ് ചെയ്തത്. എന്നാൽ പൗലോസ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരാളുടെ അടുത്തൊന്നും പൈസ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ പൈസയിൽ ഡിപ്പെൻഡഡ് ആവരുത്. ഫിനാൻഷ്യലി ഫ്രീ ആയിരിക്കാനായിട്ടൊരു വ്യക്തി തയ്യാറായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കാൻ മനസ്സുണ്ടായിരിക്കണം. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അധ്വാനിക്കാൻ മനസ്സില്ലാത്തവന് തിന്നരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ ചേരുന്നല്ല, ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഒരു സുവിശേഷകൻ സ്വന്തം കൊണ്ട് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതില്ലാത്തവൻ അലസനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ കാര്യമാണ് പൗലോസ് കാണിച്ചു കൊടുത്തത്. എന്നാൽ പൗലോസ് ഒരു സഭയിൽ നിന്ന്
പണം വാങ്ങിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അവിടെ ജോലി ചെയ്തോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്നില്ല. എന്നാൽ പൗലോസിന്റെ ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ആ സഭയിലും ജോലി ചെയ്തിരുന്നു എന്നാണ് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും എന്നാൽ അവരുടെ അടുത്തുനിന്ന് പണം വാങ്ങിയിരുന്നു. അത് ഏത് സഭയാണ്? ഞാൻ പറഞ്ഞ 4 സഭകളിൽ 3 സഭകളിൽ നിന്ന് വാങ്ങിക്കായിരുന്നപ്പോൾ ഫിലിപ്പ സഭയിൽ നിന്ന് മാത്രം പണം പൗലോസ് വാങ്ങി. ഫിലിപ്പ സഭയിൽ ഞാനത് വിശദീകരിച്ചിരിക്കുന്നതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആർട്ടിക്കിൾ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാനായിട്ട് കഴിയും. മാസിഡോണിയയിലെ ഫിലിപ്പ സഭ മാത്രമാണ് പൗലോസിനെ ഫിനാൻഷ്യലി പൗലോസ് വാങ്ങിച്ചത്. പൗലോസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു, റെഡി ആയിരിക്കും. പൗലോസിന്റെ ഡിസൈൻമെന്റ് ഇവരൊന്നും മാത്രമേ വാങ്ങിച്ചുള്ളൂ. കാരണം ഇവർ ആത്മീയരായിരുന്നു. ഇവർ ആത്മാവിന്റെ ലീലിങ്ങിനാണ് കൊടുത്തത്, സുവിശേഷത്തിന്റെ പങ്കാളിത്തത്തിൽ ആണ് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള പങ്കാളിത്തത്തിൽ അവരുടെ അടുത്ത് വാങ്ങിക്കുമ്പോഴും പൗലോസിന്റെ സ്റ്റാൻഡ് അവിടെ ക്ലിയർ ആക്കുന്നുണ്ട്. പൗലോസ് പറയാണ്, ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ അടുത്തുനിന്ന് പണം ആഗ്രഹിച്ചില്ല. പണം ആഗ്രഹിക്കോ, പണത്തിന്റെ ഒരു ഹിന്റ് പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ തന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, താഴ്മയിലിരിക്കാനും സമൃദ്ധിയാലിരിക്കാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ പഠിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു സാഹചര്യത്തിൽ പോലും മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല, ഒരു സാഹചര്യത്തിൽ പോലും പണത്തിൽ ആശ്രയിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പണത്തിൽ ആശ്രയിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണം വാങ്ങിക്കുകയില്ലെന്നോ മനുഷ്യരിൽ എടുത്തുന്ന സഹായം സ്വീകരിക്കുകയില്ല എന്നല്ല, അത് സ്വീകരിക്കുമ്പോഴും അതിൽ ആശ്രയിക്കുന്നില്ല. അത് വാങ്ങിച്ചവരുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇതെല്ലാം അനുഭവിക്കാൻ ശീലിച്ചിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. പൗലോസ് ഈ ഒരു കോണ്ടക്സ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഒരു ദൈവത്തിന്റെ ദാസൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ശക്തനാണ്, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, അവനാണ് എന്നെ ശീലിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് വാട്ട് എവർ സർക്കംസ്റ്റൻസ്. എന്നിട്ട് ഏത് സാഹചര്യത്തിലും ദൈവം പൗലോസിനെ ശക്തനാക്കുന്നതുകൊണ്ട് അതിൽ നിൽക്കാൻ തയ്യാറാണ്. എങ്കിലും ആ സാഹചര്യത്തിലും നിങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചതിൽ ഞാൻ നിങ്ങളുടെ നന്ദിയുള്ളവരാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ദാനം ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ ദാനം ആഗ്രഹിച്ചില്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം അത്രേ ആഗ്രഹിച്ചത്. ഇപ്പോൾ എനിക്ക് വേണ്ടതുണ്ട്, സമൃദ്ധിയുമായി ഇരിക്കുന്നു ഞാൻ. പൗലോസ്, എനിക്കൊരു ആവശ്യവുമില്ല, എങ്കിലും നിങ്ങൾ തന്നത് ഐ ആം താങ്ക്ഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു ദൈവത്തിന്റെ ദാസൻ ഉണ്ടാവേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദൈവത്തിന്റെ ദാസന് തീർച്ചയായിട്ടും വിശ്വാസികളിൽ നിന്ന് പണം വാങ്ങിക്കാം, പക്ഷെ there should be a discernment. സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ്. ദൈവവചനം പൂർണ്ണമായിട്ടും ആലോചന അറിയിക്കണം എന്നുള്ളൊരു സാഹചര്യത്തിൽ അതിന് തടസ്സമാകുന്നുവെങ്കിൽ വാങ്ങിക്കാൻ പാടില്ല. കള്ള അപ്പോസ്തലന്മാരിൽ തങ്ങൾ വ്യത്യസ്തരാണ് എന്ന് യഥാർത്ഥത്തിൽ കാണിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവിടെ ആ കാര്യം കാണിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അലസന്മാരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ അവരെ അധികാരത്തോടുകൂടി അലസത പാടില്ല, ജോലി ചെയ്യണമെന്ന് കൽപ്പിക്കണമെങ്കിൽ അതിന് ആ അപ്പോസ്തലനായിട്ടുള്ള വ്യക്തി ഇല്ലെങ്കിൽ മൂപ്പൻ ജോലി ചെയ്തെങ്കിലേ കാണുള്ളൂ. അതേസമയം തന്നെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഡിസേൺമെന്റിൽ ആത്മീയരായിട്ടുള്ള വ്യക്തികൾ കൊടുക്കുന്ന ദാനങ്ങൾ ഒരു ദൈവദാസന് സ്വീകരിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അതിൽ അറ്റാച്ച്ഡ് ആവരുത്. അങ്ങനെ അറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ ദൈവത്തിന്റെ ദാസൻ എന്നുള്ള പദവിയിൽ നിന്നും ആ വ്യക്തി ദ്രവ്യത്തിന്റെ ദാസനിലേക്ക് ആയിത്തീരും. ഞാൻ ഈ ഒരു വിഷയം ഞാൻ ഉദ്ദേശിച്ചതിനാൽ കൂടുതൽ സമയം നീണ്ടുപോയി. ഞാൻ 2 കാര്യങ്ങൾ കൂടി ദൈവത്തിന്റെ ദാസന്മാരുടെ സ്പിരിച്വൽ അതോറിറ്റി എക്സസൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്ന് ആ ദൈവത്തിന്റെ ദാസന്റെ ഭവനത്തിലെ സ്പിരിച്വൽ അതോറിറ്റി, കുടുംബത്തിലെ സ്പിരിച്വൽ അതോറിറ്റി, ഞാൻ ദൈവവചനം സംസാരിക്കുന്നതിലെ സ്പിരിച്വൽ അതോറിറ്റി. ഈ 2 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് സമയമില്ല. ഞാൻ ഓൾറെഡി 1 മണിക്കൂർ എടുത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാഴ്ച കൂടി ഞാൻ ഈ വിഷയം മുമ്പോട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മറ്റു കാര്യങ്ങൾ, ദൈവത്തിന്റെ ദാസന്മാരുടെ സ്പിരിച്വൽ അതോറിറ്റി എങ്ങനെ കീപ്പ് ചെയ്യാം. ഭവനത്തിൽ സ്പിരിച്വൽ അതോറിറ്റി ഇല്ലാത്തൊരു വ്യക്തിക്ക് ദൈവം ഒരിക്കലും ദൈവസഭയിൽ ശുശ്രൂഷ സ്പിരിച്വൽ അതോറിറ്റി കൊടുക്കുകയില്ല. അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തെ സ്പിരിച്വൽ അതോറിറ്റിയിൽ പാലിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് സഭയെ സ്പിരിച്വൽ അതോറിറ്റിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. സ്വന്തം കുടുംബത്തിൽ യൂണിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സഭയെ യൂണിറ്റിയിൽ നയിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ദൈവവചനം സംസാരിക്കുന്നതിനുള്ള സ്പിരിച്വൽ അതോറിറ്റി. ഈ 2 കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഞാൻ ഇന്ന് പറഞ്ഞത് ഒരു വിഷയം കുറച്ച് കൂടുതലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ഒരു ക്ലാസ്സും കൂടി ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് നിർത്താനായിട്ട് ആഗ്രഹിക്കാം. അല്ല ബ്രദറെ, ഈ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് അതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതൊരു കൽപ്പനയല്ലേ? അപ്പം ആ ഉപജീവിക്കണം എന്നുള്ളൊരു കൽപ്പന ലംഘിക്കാൻ പാടുണ്ടോ?
അതൊരു അലംഘിതമായിട്ടുള്ള കൽപ്പനയാണ് എങ്കിൽ പൗലോസ് അത് ലംഘിക്കത്തില്ലായിരുന്നു. ഓക്കെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അധികാരമുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അത് അങ്ങനെയാണെങ്കിൽ പൗലോസ് ആ കൽപ്പന കംപ്ലീറ്റ്ലി ലംഘിച്ചു എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഞാനിത് വേറൊരു ലേഖനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള ഒരു അധികാരമാണ്. 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ല സഭയുടെ പാസ്റ്റർമാർക്കുള്ള അധികാരമല്ല. സഭയുള്ള പാസ്റ്റർമാർക്കുള്ള മാതൃക അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ പൗലോസ് കാണിച്ചു കൊടുത്തതാണ്. എന്നാൽ അപ്പോസ്തലൻ എന്ന നിലയിൽ സുവിശേഷം കൊണ്ട് ഉപജീവിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. ആ അധികാരം ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാം. കാരണം എന്താണ്? ഞാൻ ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിൽ ആ അധികാരം ഉപയോഗിച്ചാൽ അതുകൊണ്ട് സുവിശേഷത്തിന് ദോഷം വരും. ദൈവത്തിന്റെ ആലോചന മുഴുവനായിട്ട് പ്രസ്താവിക്കാനായിട്ട് കഴിയത്തില്ല. ചില അലസതന്മാരായിട്ടുള്ള അവരുടെ മുമ്പിൽ മാതൃക കാണിക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ അധികാരത്തോടു കൂടി അവരുടെ കൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ, കള്ള അപ്പോസ്തലന്മാരും തങ്ങളെ തന്നെ വ്യത്യസ്തരാണെന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്പോസ്തലനായിട്ടുള്ള വ്യക്തി ആ അധികാരം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതിരുന്നു എന്നാണ് കാണിക്കുന്നത്. അന്നേരം ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലിക അധികാരമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം കൊണ്ട് ഒരു വ്യക്തി ഉപജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു അലംഘിതമായിട്ടുള്ളൊരു കൽപ്പനയല്ല, അതൊരു അധികാരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലന്റെ അധികാരമാണ്. എഗെയിൻ, അത് ഒരു സഭയിലുള്ള പാസ്റ്ററുടെ അധികാരമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സഭയിലുള്ള പാസ്റ്റർക്ക് പണം വാങ്ങിക്കാം, ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും വാങ്ങിക്കാം. അത് തീർച്ചയായിട്ടും പലയിടത്തും എഴുതിയിട്ടുണ്ട്. ഇനി അത് ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു ആരോപണമായിട്ട് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പരിപൂർണമായിട്ടും ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള അധികാരം ശരിക്കും അപ്പോസ്തലന്മാർക്ക് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് പൗലോസ് മാറ്റിയിട്ടുണ്ട്. അത് പൗലോസ് ദൈവകൽപ്പന ലംഘിക്കുകയായിരുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് അതൊരു അധികാരമാണ്. ആ അധികാരം വേണമെങ്കിൽ ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആ അധികാരം ഞങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നുണ്ട് ആ അധികാരം ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഈ അധികാരം ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും ഞങ്ങൾ സഹിക്കും. അന്നേരം ഇതൊരു അധികാരമാണ്. ആ അധികാരം ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കുന്നത്. അതുപോലെ ബ്രദറെ, ഈ ആക്സ് 20:31 പിന്നെ ഞങ്ങൾ രാവും പകലും അധ്വാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ അങ്ങനെ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ഈ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ വേല ചെയ്ത കാര്യമാണല്ലോ പറയുന്നത്. ഈ സുവിശേഷം പറഞ്ഞ കാര്യമല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പം ഈ ബാക്കിയുള്ള ജോലി ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അല്ല, എവിടെ രാവും പകലും അധ്വാനിച്ച് ഏതാ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ ആക്സ് 20:31. 20:31. ഓക്കെ, ആരുടെ പെന്നും ഓക്കെ. ഞാൻ 3 സംവത്സരം ഇടവിരാതെ കണ്ണൂർ പാർത്തുകൊണ്ട് ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളു. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? 3 സംവത്സരം ഇടവിരാതെ കണ്ണൂർ വാർത്തുകൊണ്ട് ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളു. അവിടെ എന്താണ്? എവിടെയാണ് പ്രശ്നം? 31 പറഞ്ഞത്? 34-ലുണ്ട്. 34-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 34 ഞാൻ എന്റെ മുട്ടിനും കൂടെയുള്ളവർക്കും വേണ്ടി ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അതാണ് 34-ൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ മുട്ടിനും കൂടെയുള്ളവർക്കും വേണ്ടി ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ അത് സുവിശേഷം പറഞ്ഞ കാര്യമല്ലല്ലോ, അല്ലാതെ ജോലി ചെയ്ത കാര്യമാണ്. അത് ജോലി ചെയ്ത കാര്യമാണ് പറയുന്നത്. കൈകളെ എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് ജോലി ചെയ്ത കാര്യം പറയുന്നത്. വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല, എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ എന്ന് പറഞ്ഞാൽ കൈകളാൽ അധ്വാനം എന്താണ്? ഫിസിക്കൽ വർക്ക്, ജോലി ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ്. അതാണ് അവിടെ പൗലോസ് അവരുടെ അടുത്ത് പറയുന്നത്. അതവിടെ സുവിശേഷം പറഞ്ഞൊരു കാര്യമല്ലോ പറയുന്നത്. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനാൽ കൊടുക്കുന്ന ഭാഗ്യമെന്ന് കർത്താവ് താൻ പറഞ്ഞ വാക്ക് ഓർത്തു കൊള്ളണം വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ദൃഷ്ടാന്തം കാണിച്ചിരിക്കും. എന്നാലും ഇങ്ങനെ പ്രയത്നം ചെയ്തു. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയത്നം അതാണ് പൗലോസ് കൊലോസ്യരിൽ പറഞ്ഞത്, ഞങ്ങളുടെ കഠിനാധ്വാനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുവല്ലോ. എന്നാലും അത് പ്രയത്നം ഫിസിക്കൽ വർക്കാണ്. അതാണ് പൗലോസ് കാണിച്ച മാതിരി. അവിടെ സുവിശേഷമല്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ദാസൻ 2 അധികാര സ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് ദൈവവും മാമോനും, അല്ലാതെ വേറെ 2 അധികാര സ്ഥാനങ്ങളില്ല. ഇത് രണ്ടിലേതെങ്കിലും ഓരോ വ്യക്തിയിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിന് ദൈവത്തിന്റെ ദാസന്മാര് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ദാസന്മാർക്ക്
സഭയുടെ മൂപ്പന്മാർക്ക് സഭയുടെ സഹായം സ്വീകരിക്കാം. പൗലോസ് സ്വീകരിച്ചു. പൗലോസിന്റെ മാതൃക അതായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ പക്ഷെ അതിനുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അവരുടെ പണത്തിൽ അറ്റാച്ച്ഡ് ആവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവിക അധികാരം ആ വ്യക്തിയിൽ നഷ്ടപ്പെടുകയും ആ വ്യക്തി സ്പിരിച്വൽ അതോറിറ്റി ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് ആ വ്യക്തി മാറുകയും ചെയ്യും. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെ തീരാതിരിക്കേണ്ട ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്.